ഹലോ മലയാളിയുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വയലൻസ് എനിക്കൊന്നും പറയാനില്ല. കണ്ടന്റെ തലവിരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ വേണമെങ്കിൽ പറയാം. അതായത് ഫസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഷോ അല്ല കണ്ടത്. ഐ മീൻ 6:30 ഷോ, 7 o'clock ആ ടൈമില് അവളെ ഷോ ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഒയ്യോ ശരി മാരകമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ അന്ന് പോകാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഞാൻ അന്ന് പോകാൻ പ്ലാനില്ലായിരുന്നു. ഓഫീസിൽ ഒരു പയ്യൻ പറഞ്ഞു, ഓക്കെ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, ഇതെന്തായാലും ഒരു വയലന്റ് മൂവിയാണ്, 18+ ആണ്, അപ്പം എ റേറ്റഡ് മൂവിയാണ്, ഇതിന്റെ വയലൻസ് കാരണം. 18+ അതല്ല എ റേറ്റഡ് മൂവിയാണ്, വയലൻസ് കാരണം എ റേറ്റഡ് മൂവിയാണ്. അത് സെക്കൻഡ് ഡേ ചിലപ്പം അതിന്റെ സീൻസ് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ പോവാം എന്നൊരുത്തൻ ഒരു സജഷൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ അങ്ങനെ പോകാന്ന് പറഞ്ഞ് ഞങ്ങളൊരു 5-6 പേരായിട്ടാണ് പോയത്. അതിനകത്ത് ലേഡി ഉണ്ടായിരുന്നു. ചെന്നിരുന്ന് കണ്ട എൻ്റെ പൊന്നോ, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു പ്രശസ്തമായ സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ വന്ന ടീമേറ്റ് ആ കുട്ടി ഛർദ്ദിക്കാനായിട്ട് വന്ന് വാട് വെക്കാൻ വന്നിട്ട് നിൽക്കായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ബ്രൂട്ടലായിട്ട്. കുറെ ലേഡി ഉണ്ടായിരുന്നു, അവരെങ്ങനെ ഇരുന്നു ഞാൻ ആലോചിച്ചു. പക്ഷെ അവർ ഒരു കുഴപ്പമില്ലാതെ എന്നിട്ട് പോയത്. എത്രയോ പേര് റീലൊക്കെ കാണാം, എത്ര പേര് ബോധം കെട്ടി വീണിട്ട് പൊക്കെ എടുത്തിട്ട് പോകുന്നത് എത്രയോ റീല് ഞാൻ കണ്ട്. പല സ്ഥലത്ത് ആൾക്കാർ ബോധം കെട്ടി വീണിട്ട്. ചിലർക്കുണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വരുമല്ലോ, അവനെ കണ്ടു കഴിഞ്ഞാൽ മസിൽമാനാണ്. അതായത് അന്നത്തെ എന്താ പറയുക, ആ സമയത്ത് ഈ നമ്മുടെ ജോൺ അബ്രഹാം ഒക്കെ ഇറങ്ങിയ സമയത്ത് മനസ്സിലായി, ആ ടൈമിലാണ് ജോൺ അബ്രഹാം കത്തി നിൽക്കുന്ന സമയം. ആ സമയത്ത് ഇവൻ ജോൺ അബ്രഹാമിന്റെ അടുത്ത ആരാധന, അതുകൊണ്ട് തന്നെ ഇവൻ വീട്ടിലിരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പം ജിമ്മാണ്. അപ്പൊ അവനെ കണ്ടേക്കുന്ന ജിം പോയി ഭയങ്കര ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ളത്. അവനെ ചെന്ന് കുത്തിയപ്പോഴത്തെ ബ്ലഡ് കണ്ടിട്ട് അമ്പോ അവനെ അവന്മാരൊക്കെ കണ്ടാ തീർന്നില്ലേ ബ്ലഡ്. അവനെ വിചാരിച്ച നമ്മള് വിചാരിക്കുന്നില്ല, ആൾക്കാരെ കാണുന്നുണ്ടാവോ ഈ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക്. അതെനിക്കറിയത്തില്ല, ഇതാദ്യമായിട്ടാ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര ലോല ഹൃദയരാന്ന് നമ്മൾ അറിയത്തില്ല. ഇവന് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അത് കുത്തി ബ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ബോധം കെട്ടി വീണു. അപ്പോഴത്തേക്ക് അവനെ ബോധം കെട്ടി വീണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഓടി താഴെ ലാബ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ്. സ്കൂളിൽ നിന്ന് മുകളിൽ നിന്ന് ഓടി താഴേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പം ബോധം കെട്ടവിടെ കിടക്കുന്നത്. ടീച്ചർമാരെല്ലാം വീശി കൊടുക്കും. ഇവന്റെ ഷർട്ട് അപ്പോഴും ശ്രദ്ധിക്കണം. ഇവര് ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കോ അതൊക്കെ ഇട്ടിട്ട് ജിമ്മൊക്കെ ഭയങ്കര ടൈറ്റ് ഷർട്ടാണ് ഇടുന്നത്. അതൊക്കെ ഇട്ടാൽ ബോധം ഇല്ലാതെ കിടക്കുന്നത് ഞങ്ങളെ കാണും. അപ്പൊ അങ്ങനെ ഈ ആൾക്കാർ വിചാരിക്കുന്നതല്ല, ചിലർക്ക് ഈ ബ്ലഡൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പടത്തിന് പോവരുത് ദൈവത്തോട്. പക്ഷെ ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് വയലൻസ് ഒട്ടും പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ഞാൻ അത് കാരണം ഈ മറ്റേ ഗോർ സിനിമകളുണ്ടല്ലോ, ഈ സോ അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ, പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഞാൻ കാണും. ഓവർ എത്രയും മറ്റേ ഹൊറർ തന്നെ ഒത്തിരി ഭയങ്കര ഹൊററായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, കാണും. പക്ഷെ എന്നാലും നമുക്ക് അതിനകത്ത് അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ഈ വെട്ടിക്കണ്ടിക്കുന്നത്, ഈ ദേഹം മുറിക്കുന്നത്, വെട്ടിക്കണ്ടിക്കുന്നത്, കുത്തുന്നത്, അതൊന്നും എനിക്ക് പറ്റത്തില്ല, ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഫയലിന്റെ ഈ എന്താ പറയുക സോയിലാണ് മറ്റേ ഈവിൾ ഡെഡ് അല്ല, മറ്റേ ഏതൊരു പടത്തിലാണ് സോയല്ലേ, സോയ്ക്കകത്ത് തന്നെ കാര്യം കയ്യിലൊക്കെ മുറിച്ച് വെച്ചിട്ട് കിണി വെക്കുന്ന സംഭവം, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് കാണത്തില്ല കേട്ടോ. ഇല്ല, ഞാൻ ഈ സോ എന്ന് പറഞ്ഞത് കാറ്റഗറിയിലുള്ളത് അത് ഹൊറർ ജോണറുള്ള പടമാണ്. ഗോർ ഫിലിംസ് അല്ല, ഗോർ ഫിലിംസ്. ഹൊറർ എന്നും പറഞ്ഞു അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ടാഗ്ലൈൻ അത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഹൊറർ ജോണർ ആണെങ്കിലും ഒരു ആക്ഷൻ ഫിലിമിൽ ഇങ്ങനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഈ ഇടയ്ക്കാണ് ഈ അനിമൽ ഇറങ്ങിയ സമയത്ത് പോയി കണ്ടു. അനിമലിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. അനിമലിനകത്ത് ബ്ലഡ് തെറിക്കുന്നത് കാണിക്കുന്നുള്ളൂ, ബ്ലഡ് മാത്രം, ദേഹത്ത് ബ്ലഡ് തെറിച്ച് വീഴുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനകത്ത്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ല. അവസാനത്തെ ഒരുത്തന്റെ കഴുത്തറുത്ത് കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും കാണാൻ വയ്യ. പിന്നെ ഞാനത് കടിച്ചു പിടിച്ച് അന്ന് ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് കില്ലറങ്ങി എൻ്റെ ദൈവമേ, ഞാൻ ഓഫീസിലല്ല, എനിക്ക് തോന്നുന്നു ഞാൻ അല്ലാതെ തന്നെ കണ്ടതാ. OTT വന്നപ്പോഴാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇമോഷൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവന്മാർക്ക് അത് വേണം, രണ്ടിടികൾ കൂടുതൽ ഇടിക്കാനേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അത് തോന്നിയോണ്ട്
എനിക്ക് അതിനകത്ത് സീൻസ് ഒക്കെ ഞങ്ങൾ കടിച്ചു പിടിച്ചിരുന്ന കണ്ട്. പക്ഷെ ആ പടം എനിക്ക് അത്രയും വർക്കായി. ഞാൻ വീട്ടിൽ വന്ന് അമ്മയും കണ്ടു. അമ്മയും എന്ന് പറഞ്ഞിട്ട് കണ്ടെങ്കിലും പക്ഷെ അത് അത്ര പേര് പ്രശ്നം ഉണ്ടായില്ല. ഇതൊരു ഇടിച്ചു പൊളിക്കുന്ന അവർക്കും എൻജോയ് ചെയ്തു, അവര് ഫാമിലീസ് എൻജോയ് ചെയ്തു. പക്ഷെ അതൊന്നും അല്ല ഇത്. എന്റെ ദൈവമേ, കില്ലിന്റെ ഒരു 10-20 ഇരട്ടി സാധനം നമ്മൾ കണ്ടു കഴിയുമ്പോൾ പറയും ഇത് ആരെയൊക്കെ കാണരുത് പറയാൻ പറ്റും. അതെ, ഇതൊക്കെ എന്താ ചെറിയ ഈ പറഞ്ഞ പോലെ മനസ്സുള്ളവരും പക്ഷെ ഗർഭിണികൾ എന്റെ പൊന്നെ ആ വഴിക്കങ്ങ് പോയത് എനിക്ക്. പക്ഷെ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ തലമുറ അതാണ് എൻജോയ് ചെയ്തത്. അതെ, ഞാൻ ഫസ്റ്റ് ടൈം പണ്ടോ കണ്ടത് എന്തൊരു കൂലിയായിരുന്നു അറിയോ. ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ള അവർക്ക് അത്രക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. കൈയൊക്കെ വെട്ടുന്ന സീനൊക്കെ കൈഡിയ. പക്ഷെ ഇതൊരു എനിക്ക് തന്നെ ഇതൊരു ഒരു ബെഞ്ച് മാർക്ക് എന്ന് തന്നെ പറയുന്നില്ല. ഇത് വഴി വെട്ടി കൊടുത്തു. ഞാൻ പറയുന്നത് ബെഞ്ച് മാർക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇനി നെക്സ്റ്റ് പടത്തിനകത്ത് എല്ലാരും വയലൻസ് ഒരു പടം അതന്നെ ഇത് ഒരു വഴി വെട്ടി കൊടുത്തതാ. നമുക്ക് ബോളിവുഡിൽ നീ കാണിക്കാം. ഓക്കെ, ഇതിനിപ്പോ നോക്കണം, ആനിമൽ കില്ലിന്റെ അടുത്ത പാർട്ട് വരാനുണ്ട്. അടുത്ത് വരാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് ആവുന്നത് സലാർ. അത് മിക്കവാറും ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇപ്പം ഞാനിപ്പോ അല്ല ഞാനിപ്പോ നോക്കി കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പം മാർക്കോ ഹിന്ദിയില് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. അന്യായ റിസൾട്ടാണ്, അന്യായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓക്കെ, അവന്മാര് ഇപ്പൊ 47 സ്ക്രീൻസോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. 40 സ്ക്രീനിലും കണ്ട തുടങ്ങിയത്. അപ്പം ഞാൻ ഒരുത്തന്നെ എഴുതിയേക്കുന്നത് കാണുകയും ചെയ്തിരുന്നു. അതായത് ഇത്രയും വലിയ ഇൻഡസ്ട്രി, ഇത്രയും നമ്മൾ ഒരു വലിയൊരു പടം കൊണ്ട് പ്ലേസ് ചെയ്ത സമയത്ത് ഇത്ര 40 സ്ക്രീനാണോ കിട്ടിയത്? ഈ ഇന്ത്യൻ ഹിന്ദി ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ മൊത്തം കിടക്കുകയാണ്. അത്രയും ആൾക്കാരിലേക്ക് 40 സ്ക്രീനേ ഉള്ളോന്ന് ഒരു ചോദ്യം. ചിലപ്പോ അത്ര കിട്ടി കാണത്തുള്ളൂ. പക്ഷെ അത് 140 അതുകൊണ്ടായിരിക്കാം. അതിപ്പോ 140 ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 പോകും. അപ്പൊ ഇത് 100% നല്ല റിവ്യൂസ് ആണ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷെ നോക്കി കാണുന്നത് ഇതൊന്നുമല്ല. എനിക്ക് തെലുങ്കാന ഇൻഡസ്ട്രിയിൽ ജാനുവരി 1 റിലീസാണ് തെലുങ്കില്. ആ സമയത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തെലുങ്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അഡാപ്റ്റർ, അവർക്ക് ഇതൊക്കെ കാണുന്നത് എനിക്ക് ആക്ഷന്റെ ആൾക്കാർ അവരുടെ മുന്നിലേക്ക് ഒരു സാധനം സലാറ് KGF ഒക്കെ കണ്ടിട്ട് അവർ ഈ പമ്പപ്പായി ഇരിക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഈ മലയാളി ഓഡിയൻസ് പറയുന്ന പോലെ ഇമോഷണലി കണക്ട് ആയില്ല, വാങ്ങത്തില്ല, അതൊന്നും പറയുന്നില്ല. അവർക്ക് ആക്ഷൻ സീൻ കാണണം, ഇത് കാണണം, അത് അവർക്ക് പറ്റിയ പടമാണ്. അത് എന്തായാലും 150% ഉറപ്പാണ്. 1-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് മാർക്കോ എന്ന് പറഞ്ഞ വേറെ ലെവലും. ഇന്നലെ വേറെ റീല് കണ്ട് ഈ സംഭവം മാർക്കോ റിലീസ് ദുബായിലോ മറ്റോ നടന്ന്, അവിടെ സൗദിയിലോ ദുബായിലോ അവിടെ തിരക്ക്. ടിക്കറ്റ് അകത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുത്ത് വരി അകത്തേക്ക് കയറാനായിട്ട് തിരക്ക് കൂടി നിൽക്കുക. അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാർ ടിക്കറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും. അത്രയും ആൾക്കാർ ഇടിച്ചു കയറി ഇങ്ങനെ നിൽക്കുക അവിടെ. അത്രയും തിരക്ക് മാർക്കോ അവിടെ ഉണ്ടാകും. മേ ബി അത് കൂടുതലും മലയാളികൾ സാവായി. പക്ഷെ ഹിന്ദി ഓഡിയൻസിന് വേണ്ടിയിട്ട് തുടക്കം മുതലേ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ഭയങ്കര അഭിപ്രായമായിരുന്നു. അവിടുത്തെ കുഞ്ഞു റിവ്യൂസ് എല്ലാം കയറിയത് ഭയങ്കര കുത്തിപ്പൊക്കെ ഉണ്ടാകുമായിരിക്കും. ഒരു ഹിന്ദി റിവ്യൂ ഞാൻ കണ്ടു. ഒരുത്തരത് ഓടി വന്നിട്ട് എന്താ മറ്റേ ടീഷർട്ട് കാണിച്ചിട്ട് അത് അതിൽ നടന്നപ്പോ പിന്നെ മലയാളി ഓഡിയനായിട്ടല്ല, ഒരു ഫിലിം ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പൊ പെർഫെക്റ്റ് മൂവി എന്നൊന്നും പെർഫെക്റ്റ് മൂവി അല്ല ഇത്. എന്തോ ഇപ്പം ആക്ച്വലി ഇത് ഫസ്റ്റിലോട്ട് വന്നിരിക്കുന്നത് ഇത്രയും വയലൻസിന്റെ ഇത് വെച്ചിട്ടാ. വയലൻസ് ഇങ്ങനത്തെ ഒരു വയലൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹോളിവുഡിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു ആക്ഷൻ ഫിലിമിൽ കാണിച്ചിട്ടുണ്ടെന്ന്. അവർ വേറെ കാണിച്ചിട്ടുണ്ട്. അതെ, ആക്ഷൻ ഫിലിമിൽ ഇത്രയും റോ ആയിട്ട് കാണിക്കുക. പണ്ട് ഈ പറഞ്ഞ അനിമലിനകത്താണെങ്കിലും കില്ലിനകത്തല്ല, ബാക്കി പടങ്ങളിലൊക്കെ എനിക്ക് ബ്ലഡ് മുഖത്തേക്ക് തെറിക്കുന്നു, ബ്ലഡിനകത്ത് കുളിച്ച് നിൽക്കുന്നൊക്കെ കാണിക്കുന്നത്. പക്ഷെ കൈവെട്ടി കളയുന്നത്, കൈവെട്ടുന്നത്, അത് ഇതെല്ലാം അങ്ങ് കാണിച്ചു തരും. നമ്മൾ എന്നാ കണ്ടോ അത് അത് ഞാൻ കണ്ടില്ല കേട്ടോ. ചിലപ്പോ കണ്ണടച്ചില്ല, ഞാൻ എല്ലാം ഇതായിട്ടിരുന്ന കണ്ടത്. മേ ബി ശ്രദ്ധിക്കാൻ
അത് പക്ഷേ എനിക്ക് ഒന്ന് കട്ടിങ് വന്നിട്ടുണ്ട്, സെൻസർ ബോർഡ് കട്ടിങ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് 8-10 കട്ടിങ് അതിന്റെ സെൻസർ ബോർഡിന്റെ ഇത് വിട്ടിട്ടുണ്ട്. അത് ഇവര് പറഞ്ഞ എന്തുവാ പ്രൊഡ്യൂസർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ എല്ലാം ഇത് കുറച്ച്, അതായത് വയലൻസ് കുറച്ച് കട്ട് ചെയ്ത്, അതായത് ഇവര് എല്ലാ ഒരു സീൻ മൊത്തത്തിലെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഒരു 100% വയലൻസ് എങ്കിൽ ഈ കുട്ടിയെ ഈ തല ഇതാക്കുന്ന സിലിണ്ടർ വെച്ചടിക്കുന്ന സീൻസ് സ്പോയിലേഴ്സ് ഉണ്ട്. നമ്മള് പറയുന്നത് ഈ ഇതില് നമ്മൾ ഡിസ്കഷൻ ആണ് നടക്കുന്നത്, അപ്പോൾ സ്പോയിലേഴ്സ് ഉണ്ട് വീഡിയോയില്, സ്കിപ്പ് ചെയ്യാം. അതെ, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കണ്ടിട്ട് പടം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് കാണുക, അതല്ലെങ്കിൽ കണ്ടവരാണെങ്കിൽ കണ്ടിന്യൂ കണ്ടോണ്ടിരിക്കുക. നമ്മളിത് എല്ലാത്തിനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ അടിപൊളി സാധനങ്ങളൊക്കെ. അതെ, ഇത് കാണാനുണ്ട്, ഇത് കാണാനുണ്ട്. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് എത്രത്തോളം OTT-യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബട്ട് തിയേറ്ററിൽ ചെന്ന് കാണേണ്ട ഒരു ഇതുണ്ട്. OTT-യിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, മ്യൂട്ടാക്കി വെക്കാം വയലൻസ് നടക്കുന്ന സമയത്ത്. അതൊന്നും തിയേറ്ററിൽ നടക്കുന്നില്ല. നിങ്ങൾ അവിടെ ചെന്ന് നിന്നിട്ട് റോ ആയിട്ട് എത്ര നല്ല സൗണ്ട് സിസ്റ്റത്തിൽ കാണുക. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇതിനകത്ത് നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്പോയിലേഴ്സ്, ആ സീൻസ് 30% മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അതായത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്റ്റൻഡഡ് വെർഷൻ ആയിരുന്നു. അതൊരു 70% അത് ഒഴിവാക്കി സെൻസർ ബോർഡ്. പിന്നെ അതുപോലെ തന്നെ കൊല്ലുന്ന സീൻസുകൾ അല്ലെങ്കിൽ സെൻസർ ബോർഡ് കത്തിവെക്കാനേ ഉള്ളൂ. പക്ഷേ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അടൽ സൊള്ളിയാണ്. അന്നത്തെ ഒരു കത്തി വെക്കണമെങ്കിലേ എന്തായിരിക്കും റിയാസ് ഖാന്റെ ഒരു സാധനം ഫുള്ളായിട്ട് കത്തി വെച്ച് കളഞ്ഞു. അല്ല, അത് ഇതല്ലെന്ന് പറഞ്ഞു. അതിനകത്ത് വയലൻസ് അല്ല, വേറെ ഒരു അതായത് മാർക്കോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ആ സീൻസ് എല്ലാം ഫ്ലാഷ് ബാക്ക്, അതായത് വയലൻസ് ഒന്നും ഇല്ല. അത് കഥയുടെ ഫ്ലോയെ ബാധിക്കുന്നുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞാന്ന് പറഞ്ഞു. സെൻസർ ബോർഡ് വെച്ചല്ല, സെൻസർ ബോർഡ് വെച്ചല്ല, ഇവര് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവസാനം എങ്ങനെ ഒരു മാനി നിർത്തി കളഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ വെച്ചാൽ അത് കത്തി വെച്ചായിരിക്കും. അത് ഞാനും അങ്ങനെ വെച്ചു. ഞാൻ ആക്ച്വലി കത്തി വെച്ചെന്നല്ല വെച്ചത്, തിയേറ്ററുകാർ ഓഫ് ചെയ്തെന്നാ വെച്ചത്. ഏറ്റവും അവസാനല്ലേ, എല്ലാവരും കൺഫ്യൂഷൻ ആയിപ്പോയി. ഏറ്റവും അവസാനം അല്ല, ആൾക്കാരാണെങ്കിൽ പടം ഇത്രയും വയലൻസ് ആയതുകൊണ്ട് എനിക്കൊന്ന് വയലൻസ് കാണാൻ പേടിച്ചിറങ്ങിപ്പോയാണെന്ന് സംശയം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ പക്ഷേ ആയതുകൊണ്ട് നമുക്ക് ഈ ആൾക്കാരുടെ അപ്പോഴത്തെ ലൈവ് ആദ്യത്തെ റെസ്പോൺസ് അല്ലേ. ഞാൻ നോക്കിയപ്പോൾ ടൈറ്റിൽ എഴുതി കാണിച്ചു, എൻ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പൊ പാട്ട് എടുക്കുക, മറ്റേ ഇത് ആണായി പറഞ്ഞാണോ ഏതോ ഒരു പാട്ട് എടുക്കുക. അപ്പൊ അത് കേൾക്കാലോ, അത് ഞങ്ങൾ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് അവസാനം സീൻ വരുന്നു. അവിടെ ഞാൻ പോയ പറഞ്ഞ് മിസ്സായി പോയി, ഇനിയുണ്ട് സാധനം വരുന്നുണ്ട്. അപ്പോഴാ ടക്കെന്ന് പറഞ്ഞ് നിന്നുപോയി. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് എന്തോ ഒരു അത് ഇതിനകത്തൊരു പ്രോപ്പർ എൻഡിങ്ങില്ല, ഒരു ട്രാൻസിഷനോ അല്ലെങ്കിൽ മ്യൂസിക്കിന് ഒരു എൻഡോ ഒന്നുമില്ല. പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആയതുപോലെ ആണ് ആ പടം. ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, എല്ലാ സിനിമയ്ക്കും സെക്കൻഡ് പാർട്ട് വെക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു വെച്ചിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട്, പക്ഷെ അവർ സെക്കൻഡ് പാർട്ടിനൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ റിസൾട്ട് സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതിങ്ങനെ കട്ടായി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ വന്നവരാണെങ്കിൽ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് എൻഡ് ചെയ്തതാണോ അല്ല വേറെ എന്തെല്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കായിരുന്നു, എന്താ സംഭവിച്ചത്, ഇനി എന്തെങ്കിലും ഉണ്ടോ, തിയേറ്ററിൽ ഓഫ് ചെയ്തതാണോ, സ്ക്രീൻ ഓഫ് ചെയ്തതാണോ. പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആയി, 2 ലൈറ്റ് വരും. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നു. ഫസ്റ്റ് ഡേ അല്ലായിരുന്നു, സെക്കൻഡ് ഡേ ഒരു റീല് കണ്ട് എല്ലാവരും ഇതേപോലെ കൺഫ്യൂസ് ആയിട്ട് വേറെ തിയേറ്ററിൽ എന്ന് വെച്ചാൽ എല്ലായിടത്തും അത് തന്നെ. അപ്പം അപ്പോഴും മനസ്സിലായി അങ്ങനെ തന്നെ എൻഡ് ചെയ്തേക്കില്ല. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഫിനിഷ് എൻഡിങ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അടിപൊളി അവിടെ നിന്ന് തുടങ്ങും. അല്ല, ഒരു ട്രാൻസിഷനോ അല്ലെങ്കിൽ എൻഡിങ് എന്തുവായിരുന്നു, നമ്മൾ പമ്പായില്ലയോ അടുത്ത എന്തുമായിരിക്കും അതുപോലെ സാധനം കൊടുത്തിരുന്നെങ്കിൽ. പക്ഷെ ഇനി നോക്കണം, ഇനി അടുത്ത ലെവലായിരിക്കും വരാൻ പോകുന്നത് ഉറപ്പായിട്ട്. ഇനിയിപ്പോ അതെനിക്ക് ഒരു ലൈസൻസ് കിട്ടി, ഇനിയിപ്പോ കണക്കണ്ടെന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു മാർക്കോ ടീമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡ്യൂസർ. ഒരു പ്രൊഡ്യൂസർ അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു പ്രൊഡ്യൂസർ ചിന്തിക്കുക, നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ഇത് വെച്ചിട്ട് ഒരു പടം ഹിറ്റ് ആവാൻ ചാൻസ് വളരെ കുറവുള്ള ഇൻഡസ്ട്രിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന റിയൽ ലൈഫായിട്ട് ഏറ്റവും ബന്ധമായിട്ട് അടുത്ത് നടക്കുന്ന ഒരു പടങ്ങളാണ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇവിടെ തിയേറ്റർ ലിസ്റ്റുകൾ കുറവാണ്, തിയേറ്റർ റിലീസ് സെന്റേഴ്സ് കുറവാണ്. 800 എൻ്റെ അറിവിൽ
ഒരു 800-700. വലിയ പടം ചെയ്യണമെങ്കിൽ നമുക്ക് വെളി കൊണ്ടുപോകണം. അതെ, അവിടെ ഒരു ഹിറ്റ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിപ്പോഴാണ് ആ ഒരു ഓപ്പണിംഗ് കിട്ടിയത്. പക്ഷെ കേരളത്തിൽ ഇത് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 800-700 സ്ക്രീൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ തിയേറ്ററുകളിൽ ഫാമിലി ഓഡിയൻസും കൂടെ കയറുന്ന കാര്യമുണ്ട്. കയറിയാൽ മാത്രമേ അത്രയും ടിക്കറ്റ് സേവ് ആവത്തുള്ളൂ, അവിടെ കളക്ഷൻ വരും. ഇത്രയും പൈസ മുടക്കി 10-15 ഡിഫൻഡർ തന്നെ കൂട്ടിയിടിപ്പിച്ചൊക്കെ ആ സ്കീം ഇതൊക്കെ വരും. ഇത്രയും പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇത് മൾട്ടിപ്പിൾ മാച്ച് വരണമല്ലോ. അല്ലടാ, കുറെ എനിക്ക് തോന്നുന്നു അവര് കുറെ ലൊക്കേഷൻ വളരെ കുറവായിരുന്നല്ലോ. എത്ര ലൊക്കേഷൻ കുറവാണെങ്കിൽ ഒരു 10 കോടി കളക്ട് ചെയ്യണമെങ്കിൽ ഇത്ര 500 സ്ക്രീൻസിനകത്തുനിന്ന് 10 കോടി കളക്ട് ചെയ്യണമെങ്കിൽ നീ നോക്കിയോ, ഏറാൻ പോലെ പടം 30 കോടിയാണ് കളക്ട് ചെയ്തേ. അല്ല, ഞാൻ പറയുന്നത് കളക്ട് ചെയ്യുന്നില്ലെന്നല്ല, ഏറമ്മിനകത്ത് ഫാമിലി ഓഡിയൻസ് കയറി. മനസ്സിലായോ? നമ്മുടെ ഈ കേരളത്തില് ഒരു പടം ഹിറ്റ് ആവണമെങ്കിൽ ഫാമിലി ഇപ്പം എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒക്കെ ജനപ്രിയ നായകൻ ദിലീപിന്റെ പടങ്ങൾ ഹിറ്റായി പോകുന്നതിന്റെ മെയിൻ കാരണം എന്താ? ഫാമിലി ഓഡിയൻസ് എങ്ങനെയായാലും ദിലീപിന്റെ പേര് കഴിഞ്ഞാൽ കയറും, അത്ര കൂടെ കൂടാന്നെങ്കിലും കയറും. അപ്പൊ അതുകൊണ്ടാണ് ഹിറ്റായി പോകുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് വീട്ടിലുള്ള ആണുങ്ങളെല്ലാം പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇപ്പോഴും മൾട്ടിപ്പിൾ ബാച്ച് ഈ എന്താ അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ പടം ഇറങ്ങി. ആ യൂത്ത് 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി കണ്ടാൽ മതി എനിക്ക് മുതലാവാൻ. ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്. അത് തന്നെ ഇപ്പൊ നടക്കുന്നത്. 4 വട്ടം കണ്ടെന്നോ ഏതോ ഒരു ഉണ്ണിമൂന്നിനെ കണ്ടിട്ട് ഒരു അമ്മച്ചി എന്നിട്ട് പറഞ്ഞില്ല 4 വട്ടം ഞാൻ കണ്ടത്. ചുമ്മാ പറയുന്നതാണോ? ആർക്കും ഞാൻ 4 വട്ടം കണ്ടത്. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം കണ്ടു. അപ്പൊ ഉണ്ണിമൂന്നെ ചോദിക്കുന്നത് ഉള്ളത് തന്നെയാണോ പറഞ്ഞത്? ശരിക്കും ചുമ്മാ അതൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ഇതാ. പക്ഷെ ആക്ഷൻ ലവേഴ്സിന് ഫസ്റ്റ് വാച്ചൊരു പടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും സ്വാഗും സ്റ്റൈലും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഉണ്ണിമൂന്നിന് അറിയാം ഒരു സൂപ്പർ സ്റ്റാർ ആണ്, മസലൊക്കെ ഉണ്ട്, ഒരു സൽമാൻ ഖാൻ ലെവലിലേക്കൊക്കെ എത്താൻ ബോളിവുഡിൽ കഴിയും. പക്ഷെ അത് ഉപയോഗിച്ചത് ഈ പടം. അതെ, ഇത്രയും എനിക്ക് സ്വാഗ് എന്ന് പറയാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാല് രണത്തിനകത്ത് പൃഥ്വിരാജ് കാറിനകത്ത് ഇറങ്ങി വന്ന് ആ സ്നീക് പീക്ക് ഇടയ്ക്ക് കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും സ്നീക് പീക്ക്. പാട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നു. 2 പേര് ഒരു ഫ്രണ്ടിൽ കാണുന്ന റൂമിനകത്തുനിന്ന് ഇറങ്ങി വീടിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നു. കാറിനകത്തുനിന്ന് ഇറങ്ങുന്നു, മറ്റേ ബേസ്ബോൾ ബാറ്റുമായിട്ട് കറക്കി നടന്നുകൊണ്ട് പോകുന്നു. ബാക്കിൽ നിന്ന് ഷൂട്ട് നേരെ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ചെന്ന് ഒരുത്തും തുറന്നുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒറ്റ തൊഴി എന്നാ കിടില ഷോട്ടാണത്. അപ്പം അത് ശരി, അത് കിടിലൻ സംഭവം കിട്ടിലുമായിട്ട് ആ ഒരു അതിനകത്ത് ആ ഇടിയാണെങ്കിലും കിടിലോ ആക്ഷൻ നന്നായിട്ട്. അത് ഉണ്ണിമൂന്നനും ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പൃഥ്വിരാജാണ് ഏറ്റവും കിടിലമായിട്ട് ഇതുപോലെ ആക്ഷൻ ചെയ്യാൻ പൃഥ്വിരാജ് കൂടെ ചെയ്യണമെന്ന്. അപ്പം മോഹൻലാൽ കഴിഞ്ഞാൽ പൃഥ്വിരാജ്, ഉണ്ണിമൂന്നൻ, ടോവിനോ നല്ലതായിട്ടാണ്. പക്ഷെ ഇതിനകത്തൊരു ആക്ഷൻ തന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രെയിലർ കട്ടിനകത്തുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഉണ്ണിമൂന്നൻ ചാടിയിട്ട് കൈ കെട്ടിയിട്ടുള്ള ഇടിയുണ്ടല്ലോ, ചാടിയിട്ട് 2 കാല് അങ്ങോട്ട് 2 പിന്നെ കിടിലോട്ടാ ചെയ്തേക്കുന്നത്. അത് മറ്റേ അർജുൻ ഷമീത്തിലകൻ പുള്ളിക്കാരൻ പറഞ്ഞു ഏതോ ഒരു ഷോട്ട് എനിക്ക് സ്റ്റെയർ കേസിന് മുമ്പ് ഈ ഫൈറ്റിന് തൊട്ട് മുമ്പുള്ള ഷോട്ടാന്ന് തോന്നുന്നു. താഴെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെയർ കേസ് കയറി പോകുന്നത്. അത് ഒറ്റ ഷോട്ടിലാണ് തീർത്തേക്കുന്നത്. ആദ്യമേ റിഹേഴ്സൽ കഴിഞ്ഞു ഒറ്റ ഷോട്ടിൽ ഇതെല്ലാം ഓക്കെ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ആ ഒരു ഇത് സീനിന്റെ ഇതിനായിട്ട് അവൻ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുവോ ഇതെല്ലാം കണ്ടു. പക്ഷെ മനസ്സിനകത്ത് ഇവര് എങ്ങനെ ഇത് ചെയ്ത് വെക്കുന്നുള്ള അവരെല്ലാരും കൈയടിച്ചത് ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ. അത്രയും കിടിലമായിട്ടാണ് ഇണ്ണി ചെയ്തത്. ഭയങ്കര എന്താ പറഞ്ഞ ഒരു 150-200% ഇട്ടിട്ടുണ്ട്. ഉണ്ണിമൂന്നൻ മരിച്ചിറങ്ങിയ പടത്തിന് വേണ്ടി ഇത് വന്നിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനുണ്ടായിരുന്നു ആ സ്റ്റൈലും ആ മുടിയൊക്കെ ചെത്തിയപ്പോ ഞാൻ വിചാരിച്ച ആദ്യം ഒരു ഇത് വരുന്നത്. പക്ഷെ സിനിമയിലൊക്കെ ഭയങ്കര ലുക്ക് ആ കോട്ടിനകത്ത് തിളങ്ങുമായിരുന്നു. ഷോട്ട് ഇൻട്രൊഡക്ഷൻ ആ പള്ളിയിൽ പോയി തുറന്നു. എനിക്ക് പള്ളിയേക്കാൾ ഇഷ്ടപ്പെടും പട്ടിയെ കാരണം അല്ല അത് ഓക്കെ, അവൻ എന്ത് സാധനമാണെന്ന് അറിയിക്കുന്നുണ്ട്. അവൻ ആരാ പിടിച്ചോണ്ട് ഇതുണ്ടല്ലോ ഷോട്ടല്ലോ പറഞ്ഞിട്ട് അതിങ്ങനെ അലർച്ച കേട്ടപ്പോഴും തോന്നി എന്തോ നടക്കുക. അത് വേറൊന്നുണ്ട്. അത് മറ്റേ ഇതുണ്ടല്ലോ കാറിനകത്ത് വെച്ച് പട്ടിയെ കൊല്ലുന്നു. അത് റെഫറൻസ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നായിരുന്നു. കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന കുറെ പേരെ റെഫർ ചെയ്തിട്ടാണ് അത്. അവരായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ചെറിയൊരു പ്രശ്നം വേറെ.
അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പട്ടി വലിച്ചു തീർക്കുന്നത്, മാ വലിച്ചു തീർക്കുന്നത്, പട്ടിയുടെ മാ വലിച്ചു തീർക്കുന്നത് കാരണം. പിന്നെ അതുപോലെ യൂട്യൂബർ ആണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയിട്ട് കാറിനകത്തിട്ട് തന്നെ ഡോർ വെച്ച് അടിച്ചു വലിച്ചു, അതൊക്കെ മറ്റവനെ ഉദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയോ ഉദ്ദേശിച്ചിട്ടാണ്, മറ്റേ ആരെയോ ഉദ്ദേശിച്ചിട്ടാണെന്നൊക്കെ ഒരു ഇത് വന്നായിരുന്നു. പക്ഷെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയ മെയിൻ ഇത് കഴിഞ്ഞാൽ ഹനീഫ് അദീനിയുടെ പടങ്ങളിൽ മിക്കവാറും കാണുന്ന ഒരു പ്രശ്നമാണ് മെയിൻ ഡയലോഗ്. മഹാമോശം ഡയലോഗ്. എല്ലാം വളരെ കുറവാണ് ഡയലോഗ്, ഉള്ളതെല്ലാം കത്തി ഡയലോഗ്, വെറും കത്തി ഡയലോഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടക്കത്തിലെടുക്കുവാണെങ്കിൽ പറയുകയാണെങ്കിൽ അവൻ എൻ്റെ അനിയനാണ്, എൻ്റെ ചോരയാണ്, ഇങ്ങനെ അത് പറയുന്നത്. അപ്പൊ ഞാനിത് ആലോചിക്കുകയാണ്, ഓക്കെ ഇങ്ങനെ പറയുന്ന ഒരു അത് എഴുതി വെച്ചേക്കുന്ന പോലല്ലേ പറയുന്നത്, അങ്ങനെ പുള്ളിയുടെ പടം കുറിച്ചാൽ ഈ നേരത്തെ ഗോഡ് ഫാദർ അല്ല ഗേറ്റ് ഫാദർ തന്നെ കണ്ടില്ലേ, മമ്മൂട്ടി കാക്കി കുറിച്ച സാധനങ്ങള് കുറച്ചുകൂടി ബെറ്റർ ആണ്. അല്ല അത് പറയുന്ന രീതി മാറ്റിയാൽ മതി. ഇപ്പൊ അവൻ എന്റെ ചോരയാണ്, അവൻ എന്റെ അനിയനാണ്. എനിക്ക് ഉണ്ണി പോകുന്നതിന്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് അത്രയും പിടിച്ചില്ല. കുറച്ചുകൂടി അല്ല ഈ ഡയലോഗ് ഇത് പറയട്ടെ, അതായത് അവൻ എന്റെ ചോരയാണ്, അവൻ എന്റെ അനിയനാണ്, ഇങ്ങനെ പറയുന്നതിന് പകരം അവൻ എന്റെ ചോരയാണ്, എന്റെ അനിയൻ, ഇത് പറഞ്ഞു നിർത്തിയാൽ മതി. മനസ്സിലായി? അനിയനാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അനിയൻ അങ്ങനെ അത് വൃത്തിയായിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സംഭാഷണം എഴുതിയാണല്ലോ. അതെ, അത് എഴുതി വെക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇതാക്കണ്ടേ. അതായത് സംസാരിക്കുന്ന അനിയൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ചോരയാണ് എൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു. അപ്പൊ അതിന് അനിയനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുതി വെച്ചത് ബുക്കിൽ എഴുതിയത് പോലെയാണ്. അത് ഞാൻ മറ്റേ പള്ളി വന്ന് പറയുന്ന സീനുണ്ടല്ലോ, അതും അത്രയും കൂടെ ഇത് വന്നിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് അതെനിക്ക് പക്ഷെ നല്ല ഡയലോഗായിട്ടാ തോന്നിയത്. അതിനകത്ത് പറയുന്ന ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവനെ കൊല്ലും, അവരുടെ ചോരയിൽ ഞാൻ കുളിപ്പിക്കും, തീയിൽ ഞാൻ കുളിക്കും, മണ്ണുകൊണ്ട് മൂടും. അത് കിടില ഡയലോഗായിരുന്നു. പക്ഷേ അതിനകത്ത് കുറെ തുടക്കത്തിൽ വന്ന് ഇതങ്ങ് പറയുക, ഇമോഷണലി ഒന്നും കണക്ട് ആയില്ല. ആ പള്ളി വന്ന് ഇറങ്ങിയ സീൻ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ ഡയലോഗ് ആ സിറ്റുവേഷൻ അടിപൊളിയാ, ഡയലോഗ് അടിപൊളിയാ, അവര് ഞെട്ടുന്നതും സിസ്റ്റർമാരൊക്കെ ഞെട്ടുന്ന സീനൊക്കെ അടിപൊളിയാ. പക്ഷെ ഉണ്ണിമൊന്നും പറഞ്ഞത് എനിക്ക് എനിക്കൊരു പക്ഷെ എനിക്ക് ഇമോഷണലി കണക്ട് ആയില്ല. മൊത്തത്തിൽ ഇമോഷണലി കണക്ട് ആയില്ല, കണക്ട് ഒന്നും ആയിട്ടില്ല, ആക്കിയിട്ടില്ല അവര്. ഇതിനകത്ത് ഇപ്പൊ ചെറുക്കൻ കൊള്ളായിരുന്നു കേട്ടോ, അന്ധനായ അനിയൻ അടിപൊളിയായിട്ട്. അവന് നമ്മള് നല്ലതായിട്ട് കണക്ട് ആയി. അവനെ കൊന്നതിന് ഉണ്ണിമുഖത്തൻ പ്രതികാരം ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതെ, അത് അവന്റെ ഇമോഷൻ കണക്ട് ആയിട്ടുണ്ട്. ചില സീൻസിൽ സിദ്ദിഖിന്റെ അഭിനയം അസാധ്യ അഭിനയം. ഡയലോഗ് ഡെലിവറി അടിപൊളിയായിരുന്നു, പക്ഷെ അത് വേണ്ട. പക്ഷെ അന്നത്തെ അങ്ങനെ കാലയില് കയ്യിലൊക്കെ കുത്തി അത് എന്താ പറഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ഗ്യാങ്ങിന് എതിരെ ഏറ്റുമുട്ടാൻ പോകുന്നു, എല്ലാരെയും സജ്ജമാക്കി. ഇവര് സജ്ജമായില്ലല്ലോ, എല്ലാരും വെളിയിലോട്ട് വിടുന്നില്ല, അടാട്ടിലോട്ട് ആരും. സത്യം പറഞ്ഞാൽ വരുന്ന ആൾക്കാരെ കുറിച്ച് ഒരു പിടിയില്ല, ആരൊക്കെയാ ബാക്കിൽ വരുന്നെന്നുള്ള പിടിയില്ല. പക്ഷെ ഇവനറിയാലോ, ഉണ്ണിമൂന്നൻ അറിയാലോ, അവനൊരു ഫൈറ്റ് കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നേ. അതെ, ഇത്ര ആൾക്കാരെ ഇറക്കി എന്നിട്ട് അവന് കുറച്ച് ഗ്യാങ്ങിനെ ഇറക്കി വിടായിരുന്നു. അത് ഞാനല്ല അവന് ഗ്യാങ്ങൊന്നും ഇല്ലല്ലോ. ഗ്യാങ്ങോ അവൻ എന്തിനാ പറഞ്ഞു വിട്ടത്? പ്രശ്നമായതുകൊണ്ടാണ് അവനെ ഇതിലേക്ക് പറഞ്ഞു വിട്ടതെന്നുണ്ടല്ലേ പറയുന്നത്. ആരെ? ഉണ്ണിമൂന്നനെ. അവൻ വെളിയിലല്ലായിരുന്നോ? വെളിയിലായിട്ട് വന്നതാണ്. വെളിയിൽ നിന്ന് അവനെ ഈ പ്രശ്നങ്ങൾ കാരണം അവനെ പാക്ക് ചെയ്തില്ലേ, അവനെ പോയിരിക്കട്ടെ, ഇല്ല ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന കേട്ടാ. ശരിയാ. ഓക്കെ. അവിടെ പോയി അവൻ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊന്നും വേണ്ട. ഈ അദാട്ടിലെ മെയിൻ ആണല്ലോ സിദ്ദിഖ്, പുള്ളിക്കാരന് കോണ്ടാക്ട് ഉണ്ടല്ലോ. ഒരു 10 പേരെ പിടിച്ച് ഫ്രണ്ട് നോക്കിയോണെന്ന് പറഞ്ഞിട്ട് ഒരു 10 പേരെ നിർത്താറുണ്ടല്ലോ. അപ്പൊ ഒരു വലിയ ഫൈറ്റ് കാണായിരുന്നു. അതൊന്നും കാണിച്ചില്ല. പക്ഷെ അത് വലിയ ഫൈറ്റ് അതായിരിക്കും ഹീറോയിസം, ഒറ്റയ്ക്ക് നിൽക്കുക അല്ലെന്ന്. അതൊരു ഇമോഷണലി കണക്ട് ആവണല്ലോ, നമുക്കൊരു കഥയിലൊരു ഇത് വേണമല്ലോ. ഇപ്പൊ തുടക്കത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ തന്നെ ഇമോഷൻ കണക്ട് ആകണ്ട, ചോര വിളിച്ചാൽ അവരത് തന്നെ അവരുടെ മെയിൻ ഉദ്ദേശം. എനിക്ക് എ സർട്ടിഫിക്കറ്റ് മതി, ഈ പടത്തിന് എ സർട്ടിഫിക്കറ്റ് മതി, ഞങ്ങൾ ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, അതാണ് ലൈൻ. പക്ഷെ അങ്ങനെ അത് നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇമോഷണലി അത് ഇമോഷണലി കണക്ട് ആവാൻ ഞാൻ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുന്ന് ആലോചിക്കും. മിക്ക പടങ്ങൾ കാണുമ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടുതൽ എഫേർട്ട് ഇടേണ്ട കാര്യമില്ലായിരുന്നു. 1-2 സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നോട്ടോ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 സെക്കൻഡ് കൊണ്ട്
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളായിരുന്നു, കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത്. അതായത് ഈ ഞാൻ എൻ്റെ ചോരയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയായിട്ട് പറഞ്ഞായിരുന്നു. അത് നല്ലോണം കണക്ട് ആയിരുന്നു. 1. 2, ഈ പള്ളിയിലെ സീനുണ്ടല്ലോ, ഈ പള്ളിയിലെ സീനില് പുള്ളിക്കാരൻ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളി നടന്നു വരുന്നതിന് ഒരു മാച്ചോ മാനായിട്ടാണ്. അതല്ലാതെ കുറച്ച് ഇമോഷണലി അവൻ അത്രയും പ്രിയപ്പെട്ടവനാ മരിച്ചത്. ഞാനൊരു കണ്ണീരൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ കാണിക്കാന്നൊക്കെ. അതൊന്നുമില്ല, കണ്ണീര് വന്നില്ലെങ്കിൽ കണ്ണെങ്കിലും നിറയായിരുന്നു. അവനെങ്കിലും വിഷമിച്ചിട്ട് എണ്ണി ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഏതോ ഒരു നമ്മുടെ മോഹൻലാൽ തന്നെ അതിനകത്ത് ഇങ്ങനെ കണ്ണാടി കൂളി ഗ്ലാസ് വെച്ചിട്ട് അത് പറയുന്നുണ്ടല്ലോ, കണ്ണീര് കാണാതിരിക്കാനാ കൂളി ഗ്ലാസ് ആക്കിയാൽ വെച്ചേക്കുന്നത്, പക്ഷെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറയും. ആ ഒരു ചെറിയ ഷൂട്ട് കാണിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിരുന്നു. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ കണ്ണാടി വെച്ച് അവൻ കണ്ണാടി ഇമോഷണലി പറഞ്ഞാൽ മതിയായിരുന്നു. ഇമോഷണലി അല്ല അത് പറഞ്ഞത്. കാര്യമുണ്ട്, മോഹൻലാലല്ല അവിടെ അഭിനയത്തിലൂടെ തെളിയിക്കാൻ പറ്റത്തില്ല. അല്ലെ മോഹൻലാൽ ഇങ്ങനെ കൈ വെക്കുന്നത് ആ കയ്യിൽ കാണി ക്ലോസപ്പ് കൊടുത്താൽ ഇങ്ങനെ വറക്കണേക്കുള്ളിൽ കാണിച്ച. അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ആ ചർച്ച സീനിനകത്ത് തന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഇല്ലടാ, നീ ശ്രദ്ധിച്ചോ? അല്ല, ആർക്കെങ്കിലുണ്ടോ? അതായത് ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ സിദ്ദിഖിന്റെ എന്തുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ജഗദീഷിന്റെ ക്യാരക്ടർ എന്താ അവിടെ ഇരിക്കുന്നത്, അങ്ങനെ തോന്നിയായിരുന്നു. എനിക്ക് തോന്നി, എന്തുകൊണ്ടാണ് ഇവരെന്താ കൊന്ന ആൾക്കാരല്ലേ, അവരെല്ലാം വന്ന് ഇവിടെ എന്താ ഇരിക്കുന്നത്? എനിക്ക് തോന്നിയില്ല. ഞാൻ ഇപ്പം വിചാരിച്ചു അവർ ഇരിക്കുന്നുണ്ടപ്പോൾ വിചാരിച്ചു ഇവർ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു ഷോട്ട് വെക്കായിരുന്നു. അതായത് പള്ളിയിൽ എന്താ പറയുക, സിദ്ദിഖ് ഇരിക്കുന്നു, അതിന്റെ പുറകെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നതായിട്ട് തട്ടി തട്ടിയിട്ട് അപ്പുറത്ത് പോയിരിക്കുന്നു. എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സീനുള്ള കേസല്ല, ഒരു ഷോട്ടിന്റെ കാര്യമുള്ളൂ, ഒരു 5 സെക്കൻഡിന്റെ കാര്യമുള്ളൂ. അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അപ്പുറത്ത് രജിസ്റ്റർ ആയി, ഓക്കെ അയാള് ഇവരുമായിട്ട് എന്തോ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം രജിസ്റ്റർ ആയി. സംവിധാനം ചോദിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉദ്ദേശിക്കുന്ന വേറെ രീതിയായിരിക്കും. നിങ്ങൾ എനിക്ക് ഞാൻ പറയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഇടുമ്പോഴാണ് നമുക്ക് ഇമോഷണലി അത് ഒരു പ്രേക്ഷകൻ എന്ന് പറയുന്നത്. ഇത് ഇപ്പം ഒരു സീൻ കറക്റ്റ് ആയി അടിപൊളിയായിരുന്നു, വേറൊരു സീൻ അടിപൊളിയായിരുന്നു, പക്ഷെ ഇത് രണ്ടും കൂടെ ബ്ലെൻഡായി വരണ്ടേ, അപ്പോഴല്ലേ ഒരു പ്രേക്ഷകൻ. ഇതാണ് സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ഈ പടത്തിൽ, അതറിയാം, സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. അതാണ് ഈ മറ്റേ അർജുൻ മറ്റേ ഷമിത്തിൽ എങ്ങനെ ഉണ്ടല്ലോ, പുള്ളിക്കാരന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു സ്ക്രിപ്റ്റ് ഇല്ല ഈ പടത്തിനകത്ത്. അർജുൻ അല്ല, അഭിമന്യു പറഞ്ഞായിരുന്നു ഒരു സ്ക്രിപ്റ്റ് ഇല്ല ഈ പടത്തിന്. ഷോട്ടുകളിന്റെ തൊട്ട് മുമ്പാണ് ഒരു ലൈനുണ്ട്, അപ്പം എന്താണെന്ന് അറിയാൻ അത് കൃത്യമായിട്ട് ഐഡിയ ഉണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ചോദിക്കും ഇവരെ എങ്ങനെയാണ് ഇതൊക്കെ. അപ്പൊ ചിലപ്പോൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് മാറാം, മാറാം. പക്ഷെ അതിനകത്ത് ഈ സ്ക്രിപ്റ്റ് ഇല്ലാത്തതിന്റെ മെയിൻ പ്രശ്നം ഈ പടത്തിലുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്ന എല്ലാം കണക്ട് ആവുന്നു, എല്ലാം കണക്ട് ഇമോഷനിലൊക്കെ ചെയ്ത് പോകാറുണ്ട്. പിന്നെ കുറെ സീൻസിൽ എനിക്ക് അങ്ങനെ ഇതായിരുന്നു. ഇപ്പം സ്പോയിലേഴ്സ് ഉണ്ട്, മറ്റേ ഈ സിലിണ്ടർ വെച്ച് ചെറുക്കൻ ഇങ്ങനെ കൊല്ലേണ്ട കാര്യം എന്താ? അത് അവന്റെ മാഡ്നസ്, അവനിലെ അങ്ങനെ സാധനം. അവൻ ആ പമ്പിങ് എങ്ങനെ വന്നു എന്നുള്ളത് അതൊരു ചോദ്യമാണ്. ഈ ചെറുക്കൻ ഇങ്ങനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും വെറുപ്പ് വെച്ചിട്ട്. അതിനൊരു സീൻ, ഒറ്റ സീൻ. അവൻ എന്തുവായിരുന്നു, അവൻ അതിനുള്ള മോട്ടീവ് എന്തായിരുന്നു കാണിക്കായിരുന്നു. ഒരു മോട്ടീവ്, അതായത് ഒരു ഡ്രഗ്സ് ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള സാധനം പറയാം. ചെറുക്കനാണെങ്കിൽ അല്ല, ഇയാള് ഓരോരുത്തരെ കൊന്നു പോവാ, ഇവരെ ഓരോരുത്തരെ കൊന്നു പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് തലക്ക് എന്തെങ്കിലും കാണിച്ചായിരുന്നെങ്കിൽ ഈ ചെറുക്കനെ പിടിച്ചു തല്ലിക്കൊള്ളു. ഞാൻ പറയുന്ന ഡയലോഗ്, നിന്നെ കൊല്ലുന്ന കാണുന്ന എനിക്ക് സന്തോഷാന്ന് പറഞ്ഞിട്ടാവും അവന് ഡയലോഗ്. ആ ഡയലോഗ് എന്ത് പറഞ്ഞു, എന്തിനു പറഞ്ഞു? ജസ്റ്റിഫിക്കേഷൻ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഡ്രഗ്സ് വെക്കണ എന്തെങ്കിലും കാണിച്ചായിരുന്നെങ്കിലും പറയായിരുന്നു അവനാ പമ്പിലാക്കിയതില്ല, അവനാ ഇതിലാ ചെയ്തേന്ന് പറയാറ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ അതാ ഇവരുടെ ഇത്രയും വയലൻസ് കാണിക്കെങ്കിൽ ഇവരുടെ വയലൻസ് എവിടുന്ന് വന്നു ആ ഒരു ഇത് കൂടെ കാണിക്കായിരുന്നു അല്ലേ. ഇവർക്ക് ഇത്രയും ഉണ്ണിമുഖത്തിന്റെ പോലും ബാക്ക് ഡ്രോപ്പ് ഒന്നും കാണിക്കുന്നില്ല. അതായിരിക്കും ആ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കട്ട് ചെയ്ത് കളഞ്ഞത് ആയിരിക്കാം. അത് കഥയുടെ ഫ്ലോയിലെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് കാണിക്കുന്നത്. പിന്നെ അതേപോലെ എന്തെങ്കിലും സ്ക്രിപ്റ്റിനകത്ത് തന്നെ പറയാൻ പ്രശ്നങ്ങൾ. ഒന്ന് ഫസ്റ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ചെയിൻസോ വെച്ചിട്ട് ബാക്കി എല്ലാവരും കൊന്നു വന്ന് എന്നിട്ട് മറ്റവന്റെ അടുത്ത് പോയിരുന്നു സിഗരറ്റ് വലിക്കാനായിട്ട് പോയി. ആ സമയത്ത് മറ്റേ ഫോൺ എടുത്ത് വെച്ചിട്ട് മറ്റേ സെറ്റാക്കി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് മറ്റവന്റെ എന്താ പറയുക കാമുകിയെ പൊക്കിക്കോ, ഞാനിവിടെ ചാവാൻ പോവാ. അപ്പോഴത്തേക്ക് അച്ഛൻ പോയിട്ട് കാമുകിയെ പൊക്കി എന്നിട്ട് പറഞ്ഞ് കാമുകിയെ കൊല്ലും, അവനെ കൊന്ന.
അങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്. അഭിമന്യു രക്ഷപ്പെടുന്നത് അങ്ങനെയാണ്. റസൽ എന്നല്ലേ റസൽ രക്ഷപ്പെടുന്നുള്ള മെയിൻ കാരണം ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് കിട്ടിയോണ്ടാ. ആ സമയത്ത് റസലിനെ കൊന്നായിരുന്ന കഥ പറ്റത്തില്ലല്ലോ, കഥ പോട്ടെ. പക്ഷെ അത് ജസ്റ്റിഫിക്കേഷൻ ഇല്ലല്ലോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇതല്ല. അവരെന്തിനാ കാണാൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടിട്ട് സീൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് എനിക്കറിയാം. ആ ഒരു സ്റ്റൈല് കാണിക്കാൻ വേണ്ടിട്ട് കുറെ സിഗരറ്റ് കത്തിക്കുന്നുണ്ട്, കുറെ ചുരുട്ട്. അത് ഇടയ്ക്ക് ചോദിക്കുന്നുള്ളൂ, പയ്യൻ തന്നെ എന്തിനാ ഇത്ര സ്ഥലത്ത് വലിക്കണ്ടെന്നുള്ളത്. അത് ഉണ്ണി മൂന്നര സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിട്ട് ഇല്ല. അത് പറയത്തില്ലേ മൽനീരത്ത് ഷോട്ട് എടുത്ത് പറയത്തില്ലേ, ഞങ്ങള് വെച്ചെടുക്കണേ, അതുകൊണ്ടായിരിക്കും ആ സ്റ്റൈൽ കാണിക്കാൻ. അല്ല, അത് ത്രൂ ഔട്ട് മൂവിക്ക് ആ ക്യാരക്ടർ ടെൻഷനിലാണെന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിട്ടായിരിക്കാം. ആ ഡയലോഗ് എനിക്ക് കേട്ടപ്പോ എനിക്ക് മറ്റേ ഇതാണല്ലോ, നമ്മുടെ ബാലൻചേട്ടൻ ഇതിനകത്ത് നിനക്കടിക്കണടാന്ന് പറഞ്ഞില്ലേ, ആ ഡയലോഗ് നിനക്ക് വേലിക്കണ കൈ പോയി കിടക്കുന്നുണ്ട്, നിനക്ക് വേലിക്കുന്നു. ഞാൻ ഇന്നൊരു റീൽ എടുത്തിട്ട് കണ്ടത് നിനക്ക് വേലിക്കണ, നിനക്ക് എടാ ഞാനിവിടെ ഇറങ്ങാണ്ട് തിന്നിട്ട് കിടക്കാല്ല, ഞാനിവിടെ കൈ പോയിട്ട് കിടക്കാം, നീ എന്തുകൂടെ ചോദിക്കുന്നത്. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഇറങ്ങിപ്പോയി. ഇവരോടെ പോവാ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ചെയിൻസോടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കും, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് വന്നിട്ട് കാറിനകത്ത് അയ്യോ. അല്ല, അങ്ങനെ കുറെ സാധനങ്ങൾ ഇമോഷണലി ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ടായിരുന്നെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ അതിട്ടാ മതിയായിരുന്നു. പടം കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അടാട്ട് വീട്ടിൽ കയറി ഒരുത്തരും കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് എല്ലാരും കയറി. പിന്നെ ഉണ്ണിമോന്നിന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് വാക്ക് കൊടുക്കുന്നു. അതാണ് സാധനം. ഇവരെല്ലാം നമ്മൾ വിചാരിക്കും ഉമ്മാരിപ്പോ അടിച്ച് തീർത്ത് കളയുന്നു, പക്ഷെ അതൊന്നും അതല്ല അവിടെ നടക്കുന്നത്. നമ്മുടെ മൈൻഡിനെ അതിന്റെ അപ്പുറത്താണ് റിസൾട്ട് വന്നത്. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു എനിക്കൊന്ന് ആ ഒരു ഇമോഷൻ പ്രഷറിൽ കൊണ്ടുവരാൻ എനിക്ക് അത്രയും ക്രൂവൽറ്റി കാണിച്ചതില്ല. പക്ഷെ 10 പേരെ പിടിച്ച് ഫ്രണ്ട് നിർത്തി 10 പേരകത്ത് ആദ്യമേ തട്ടിയിട്ട് കയറിയായിരുന്നെങ്കിൽ വീട് അങ്ങനത്തെ അറിയാം. പക്ഷെ വരുന്ന ആളാരെന്ന അവർക്ക് അറിയത്തില്ലല്ലോ. അവരെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി 10 പേരെ ഫ്രണ്ട് നിർത്താമായിരുന്നു. അവര് വന്നപ്പോഴേ എടുത്ത് പോകുമ്പോൾ പൊട്ടിച്ച് അതെ, സിമ്പിൾ ആയിട്ട് കയറിയ പോലെ. അതുപോലെ തുടക്കത്തിൽ ലിയോയുടെ ട്രാപ്പ് ആകെ ഒരു ലിയോ ഉള്ളു. അവൻ എന്നാ സ്റ്റൈലിൽ ട്രാപ്പുകളാ വെച്ചതിനകത്ത് അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ വീടല്ലേ ട്രാപ്പ് എന്ന് വെച്ചാൽ അവരെ അന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇവര് പറയുന്നുണ്ടല്ലോ വരുന്നുണ്ട് വരും എന്നുള്ളത് അറിയാം. എന്നാലും എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ അവർ ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നു. അത് 10 പേരെ നിർത്തിയാൽ മതി, വേറെ ട്രാപ്പും കാര്യങ്ങളൊന്നും വെക്കണ്ട. 10 പേരെ നിർത്തിയാൽ മതിയായിരുന്നു. അല്ല, നീ പറയുന്നത് 2 പേരെ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ലിയോയ്ക്ക് ഒരാളെ ഉള്ളായിരുന്നു. അങ്ങനെ ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഒരു സർപ്രൈസ് സാധനങ്ങളൊക്കെ ചെയ്തായിരുന്നെങ്കിൽ രസമായിരുന്നു കണ്ടോണ്ടിരിക്കുന്ന. ആകെ ഡബിൾ ബാരലിൽ ഗണ്ണ് 2 വെടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീലോഡ് ചെയ്യണം. വരുന്ന പറയില്ല റോക്കറ്റ് ലോഞ്ചർ. അതാണ് ഞാനിപ്പോ വരുന്ന പറയിൽ റോക്കറ്റ് ലോഞ്ചർ. അയ്യോ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഈ കുറെ ചാൻസസ് ഉണ്ടായിരുന്നു കൊല്ലാതെ വിട്ട് 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 അവസാനം, അതായത് മാർക്കുകയും തട്ടായിരുന്നു. തട്ടിയിട്ട് പോകുന്ന സമയത്ത് എന്നിട്ട് അല്ല, അവൻ പറയുന്നുണ്ടല്ലോ നീ ഇതിനെ തിരക്കി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് ലാസ്റ്റ് എന്തായി പടമായി. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഡയലോഗിനകത്ത് തന്നെ കവർ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ അത് ഫുൾ പടത്തിനകത്ത് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നില്ലല്ലേ. എനിക്ക് പിന്നെ അതിനകത്ത് തന്നെ ആ ഒരു സമയത്ത് ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇടികൊണ്ട് മാർത്ത അവശനായിട്ട് കിടക്കുന്നു. ആ സമയത്ത് എല്ലാവരും തട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവര് പോകുന്നു. അതിനുശേഷം മാർക്കം എഴുന്നേറ്റ് തലമുടിയും വെട്ടി കൈ വിട്ട് കൊട്ടു സൂട്ടിട്ട് അത് ഇച്ചിരി അലമ്പായിട്ട്. അതേ സമയത്ത് ആ സമയത്ത് മാർക്കോട് ഇടി കിട്ടി ബോധം പോയെന്ന് വെച്ചു. 2-3 ദിവസമല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ബോധം കിട്ടി. അല്ല, എന്തെങ്കിലുമൊക്കെ കാണിക്കായിരുന്നു. വിഷ്വലി നമുക്ക് കുറച്ചും കൂടെ കണക്ട് ആക്കുന്ന രീതിയിൽ അവന്റെ ഇത്ര വയലൻസ് വരുന്നു, അവൻ ഇത്ര തട്ടിയേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് അവൻ വരുന്ന. അതെ അതെ, അത് കാണിക്കാൻ എളുപ്പമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവൻ ആ സമയത്ത് ബോധം പോവുകയോ പിന്നെ അവൻ കണ്ണുറങ്ങുമ്പോൾ കാണുന്ന കെയോസ്, ഇത്രയും സംഭവങ്ങൾ അവൻ നേരിട്ട് കാണുന്നു. ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് അല്ല, ആള് എണ്ണിക്കുമ്പോ ഇതാണല്ലോ കാണുന്നത്. എല്ലാം കണ്ടോണ്ടിരിക്കുക, ഫ്രണ്ടില് കാണുന്നത് കാണിക്കാൻ. അതെ, പോ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇരുന്നോണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെ കാമുകിയത്ത് കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് അനിയത്തിയോ ചേച്ചി. നിങ്ങൾക്ക് അത് കാണിക്കാതെ കഴിയില്ലെന്നാണ്
അല്ല പുള്ളിക്ക് ഇതുണ്ട് പക്ഷെ കണക്ട് ചെയ്തില്ലെന്നുള്ളത്. നിനക്ക് ഗ്രേറ്റ് ഫാദർ കണ്ട ഓർമ്മയുണ്ടോ? അതിനകത്ത് ഇങ്ങനെ വല്ല കാണിക്കുന്നുണ്ടോ? അങ്ങാർക്കൊരു ഇത് മോട്ടീവ് കിട്ടാൻ വേണ്ടിട്ട് മമ്മൂട്ടിക്ക് പ്രൊവൈൻ ചെയ്യാൻ നടക്കുമല്ലേ, അങ്ങനെ എനിക്ക് അത്ര ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് ഈ മിഖായലിനകത്ത് വൃത്തികെട്ട ഡയലോഗ് എനിക്ക് നല്ല മിഖായലിനകത്ത് മിഖായലിന്റെ ഒരു ടോൺ തന്നെ ഇതിനകത്ത്, പക്ഷെ അത്രയും വലിപ്പില്ലായിരുന്നു. മിഖായൽ സെയിം അല്ലാതെ ഇനി നടക്കാൻ പോകുന്ന കഥയാണ് മിഖായൽ. അതായത് ഈ അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഈ ചെറുക്കൻ വലുതായി കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കഥയാണ് മിഖായൽ കാണിച്ചത്. സ്കൂളിൽ നടക്കുന്ന സമയത്ത് മിഖായൽ ഈ നിവിൻ പോളിയുടെ പെങ്ങളെ ആയിട്ട് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് അവൻ ചാടിച്ചാവും. ഇവൻ കൊണ്ടുവന്ന ഉണ്ണിമോൻ ഇപ്പൊ എടുത്തുകൊണ്ടുവന്ന പച്ച ഇപ്പൊ വലുതാവുന്നു ആയിരിക്കണം. അവരുടെ വീട്ടില് ഇതേ ഈ അഡാട്ട് വീട്ടപ്പഴം കാണിക്കുന്നുണ്ട്. അഡാട്ട് വീട്ടിൽ ഇപ്പം മറ്റേ എന്താ അതിനകത്ത് അഡാട്ട് കാണിക്കുന്നില്ല. പക്ഷെ അവസാനം ഈ എല്ലാവരും മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു പേപ്പർ കറങ്ങി താഴോട്ട് വീഴുന്ന സമയം കാണിക്കുന്നുണ്ട്. ഷോട്ടുണ്ട് പേപ്പർ ഒരു ഫോട്ടോ കറങ്ങി താഴോട്ട് കാണിക്കുന്നു. ആ ഫോട്ടോയ്ക്ക് അത് KPSC എഴുതുന്നുണ്ടല്ലേ. മേ ബി അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരിക്കില്ല, വേറെ അതിനുശേഷം അമ്മ അവിടെ ഉണ്ടായിരിക്കില്ല അന്ന്. മേ ബി അവര് പിന്നെ ആയിരിക്കും വന്നത്, അറിയില്ലല്ലോ. മേ ബി അങ്ങനെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെ, വേറെ എന്തെങ്കിലും സകല ബന്ധുക്കളെ കൊന്നില്ലേ? ഇല്ല, പെങ്ങളെ കൊന്ന്. അമ്മേക്കാരുടെ കാര്യം പറയുന്നില്ലല്ലോ. അല്ല അമ്മ കൊന്നല്ല ഞാൻ പറഞ്ഞ, അതിനകത്ത് കാണിച്ച എല്ലാരും അല്ല സിദ്ദിഖ് മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല. ഇത് പറയുന്നു, ഡയലോഗ് പറയുന്നു. ഇതുപോലെ തന്നെ മുന്നിക്കുന്നിനെ കുത്തി സിദ്ദിഖ് കുത്തിയിട്ട് കിടക്കുക. സിദ്ദിഖ് മരിച്ചിട്ടില്ല. സിദ്ദിഖ് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഞാൻ മരിച്ചു തന്നിട്ട് എനിക്ക് മാർക്കോ എല്ലാവരുടെയും കണക്ക് കിട്ടി എന്ന് പറയണം. അറിയത്തില്ല. ഇല്ല, അവൻ മരിച്ചിട്ടില്ല. അപ്പം ഇത് വെച്ച് പടത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, മറ്റേ കഥയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളെല്ലാം അതിനകത്ത് ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ പയ്യൻ വളർന്നു വരുന്നതായിരിക്കാം. മറ്റേ മിഖായലില് അവരുടെ വീട്ടിൽ ഒരു കൊച്ചു ചെറുക്കാനേ ഉള്ളു. ഈ പിന്നെ KPSC ലളിതയുണ്ട്, സിദ്ദിഖുണ്ട്. അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, എന്റെ ഓർമ്മ ശരിയാണ്. എനിക്ക് ഓർമ്മയില്ല. ഈ സെയിം വീട് തന്നെ. അപ്പം അതുണ്ട്. അപ്പൊ ഈ ചെറുക്കൻ മരിക്കുന്ന കാരണം, ഈ ചെറുക്കൻ മരിച്ചതിന്റെ കാരണക്കാരിയായിട്ടുള്ള മറ്റേ പെൺകൊച്ചും മരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണിനെ കൊല്ലാൻ നടക്കുന്നത്. അപ്പോഴാണ് ഈ സിദ്ദിഖിനെ ഈ നിവിൻ പോളി കൊല്ലുന്നതും അതിന്റെ കണക്ക് ചോദിക്കാനാണ് മാർക്കോ വരുന്നത്. അതിനകത്ത് വൃത്തിയായിട്ട ഡയലോഗുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഭയങ്കര ലുക്കും ഭയങ്കര ഇത് കുറച്ചും കൂടെ പഴയ കഥയായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്ലിമ്മായി. മറ്റേതൊന്ന് ഇടിവണ്ടി കൊടുക്കും പറഞ്ഞിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ സ്ലിമ്മായി ഭയങ്കര ലുക്കാണ്. അസാധ്യ ലുക്ക്, സ്വാദ്. ഇനി ആയിരിക്കും മലയാളത്തിൽ ഫൈറ്റ് വരാൻ പോകും യങ്സ്റ്റേഴ്സ്. അതാ ഇനി ടൊവിനോയും പൃഥ്വിരാജും ആയിരുന്നു ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഇപ്പൊ ഉണ്ണി വന്ന ഉറപ്പായിട്ടും സൂപ്പർ സ്റ്റാർ ആയിട്ട് കൺവേർട്ട് ആയി. അതായത് ഇതിൽ ആയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തെലുങ്കിലാണ്. തെലുങ്കിൽ ഓൾറെഡി മറ്റേ ജനതാ ഗ്യാരേജിലും മറ്റേ ബാഗമതിയിലും ഒക്കെ വന്നതുകൊണ്ട് അവർക്കറിയാം ഫെമിലിയർ ഫേസ് ആണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പടം വരുമ്പോൾ January 1 റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും കത്തിക്കഴിഞ്ഞാലേ ഉണ്ണിമുഖന്റെ ലൈനപ്പിൽ തന്നെ ഗന്ധർവാൻ ജൂനിയർ കൊണ്ട് കടക്കുക. അങ്ങനൊരു പടമുണ്ട് ഗന്ധർവനായിട്ട് വന്ന്. അതൊക്കെ ആ തെലുങ്കാനയിലെ ഓടാൻ സാധനങ്ങളാ. അതൊക്കെ ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാ വരുന്നെങ്കിൽ അത് ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ണിമുഖന്റെ പോക്ക് കാണാൻ. എല്ലാരും പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഒരു ഇതില് 17ാം വയസ്സിൽ അങ്ങട്ടാ ഇത് വന്നത്. ഇപ്പൊ 37 വയസ്സുണ്ട്. എനിക്ക് 20 വർഷമായിട്ട് ഞാൻ ഈ കരിയർ ഇതാക്കി ഭയങ്കര ഇമോഷണൽ ആണോ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുതൂഹലം തോന്നുകയാണ്. അതെ. അപ്പം ഇങ്ങനെ വന്ന് മോഹൻലാലിനെ പോലെ തന്നെ മോഹൻലാലിന്റെ ഭാഗ്യമുണ്ട്. ഭാഗ്യം തോന്നിച്ചില്ല, ഭാഗ്യം വരാൻ താമസം എടുത്തു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇവൻ കുറെ പടങ്ങൾ ഈ ഇടയ്ക്ക് വെച്ചതും ഇവന് കുറച്ച് അറ്റാക്കുകൾ വന്നിട്ടുണ്ട് ഓൺലൈൻ. ഇവന് സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പാമ്പ് പിടിച്ച് നിഷ്കളങ്കന എല്ലാം തൊട്ടി തുറന്നു പറയാൻ, അതാണ് എല്ലാം തിരിച്ചടിക്കുകയും തിരിച്ചടി കിട്ടുകയും ചെയ്യും. പക്ഷെ ഇവന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മാളികപ്പുറം അതിന് മുമ്പ് ഒരു പടമായിരുന്നല്ലോ, മറ്റേ മാളികപ്പുറത്തിന് മുമ്പ് മേപ്പടിയൻ. അതിനകത്തൊക്കെ നല്ല അഭിനയം.
അപ്പോഴേ പ്രൊഡക്ഷനൊക്കെ ഇറങ്ങി UMF അല്ലേ? അതിനകത്ത് ആ മേപ്പടിനകത്ത് ഉഗ്രം അഭിനയമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ചില സീൻസ് ഉണ്ട്, ഇവന് മറ്റേ സ്ഥലം വിൽക്കാൻ പറ്റാതെ അവൻ പോയി കരയുന്നൊരു സീനം കാണുന്നത്. എനിക്ക് നല്ലോണം ഇമോഷണലൊക്കെ നല്ലോണം ചെയ്തായിരുന്നു. പിന്നെ ഈ മസിലുണ്ടായിട്ട് മസിലടിക്കാൻ എന്നുള്ള ഒരു പേര് വന്നത് അതെ, അവൻ ആക്ഷനിലല്ലേ തുടങ്ങിയത്. അപ്പൊ അവൻ ആ ഒരു ഇത് കിട്ടി, പച്ച കുത്തി കിടക്കുക, അവരവിടെ കിടക്കുക. അത് ഇന്റർവ്യൂവിനകത്താണ് കണ്ട് പറയുന്നത്. ആദ്യമേ പ്രൊഡക്ഷൻ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് അന്ന് പിന്നെ എല്ലാവരും പറഞ്ഞ ആക്ഷൻ ചെയ്യും. അതൊന്ന് പൊളിച്ചെഴുതണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് മറ്റേത് ചെയ്തു തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ മറ്റേത് ചെയ്തതെന്ന്, മേപ്പടി ഞാൻ ചെയ്തതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അന്ന് ഞാൻ ടോവിനോ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നു. അടിപൊളിയായിരുന്നു വില്ലനായിട്ട്. ഇതുപോലെ തന്നെ മാർക്കോ പോലെ തന്നെ ആയിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. അതായത് ഈ അതിനകത്തൊരു സീനുണ്ട്, ടോവിനോ ഭയങ്കര സ്വാഗതം ഇട്ട് അങ്ങോട്ട് കാറിനകത്ത് ഒറ്റയടിയിൽ ബോധം പോയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അല്ല ടോവിനോട് ആരും തന്നെ അത് നോക്കി. ടോവിനോ എവിടെ ഇപ്പം ഇവരെക്കാളും സ്റ്റാർ ആയിരുന്നു. അതെ, പക്ഷെ അന്ന് ആ രണ്ടുപേർക്കും സ്റ്റാർ വന്നിട്ടില്ല. പക്ഷെ അന്നും ഇന്നും ടോവിനോ എടുക്കുന്ന ക്യാരക്ടർ സെലക്ഷൻസ് അത് സംഭവിച്ചുകൊടുക്കുന്നത്. ടോവിനോ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഇവൻ വില്ലനായിട്ട് അഭിനയിക്കാനും പുള്ളിക്കാരൻ ഒരു വർഷമില്ല, ഒരു സൈഡ് റോൾ ആണെങ്കിൽ വന്നിരുന്നു ഒരു വർഷമില്ല. അങ്ങനെ അതൊക്കെ സ്റ്റാറായി മാറി. അതെ, എല്ലാം അവന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഓക്കെ വന്ന് ചെയ്യും. ഫ്രണ്ട്ഷിപ്പ് നോക്കി കാര്യങ്ങൾ എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തു. അതിൽ ആ പാടിച്ച വന്നത് നിവിൻ പോളിക്കാം. എന്തുകൊണ്ട് സെലക്ഷൻ കൊള്ളത്തേ ഇല്ല. പണ്ടത്താണെങ്കിൽ കിടിലൻ സെലക്ഷൻ ആയിരുന്നു, അടിപൊളി പടങ്ങളായിരുന്നു. നിവിൻ പോളി സത്യം പറഞ്ഞ തിരിച്ചു വന്നത്. ഇപ്പം മികായൽ ഇപ്പം ഉണ്ട്. ഇപ്പൊ മികായൽ ഇതിനകത്ത് ഈ ലീഗിലുള്ള സാധനം എന്തായാലും നിവിൻ പോളിയെ കൊണ്ടുവരത്തില്ല. നിവിൻ പോളിയെ കൊണ്ടുവന്ന ഇതിന്റെ സ്ട്രക്ചറേ മാറിപ്പോ. അല്ലെ നിവിൻ പോളി മികായൽ നിവിൻ പോളി അല്ലേ? നിവിൻ പോളി അല്ല, ഈ മാർക്കോയിന് സെക്കൻഡ് വരത്തില്ലേ, അതിനകത്ത് നിവിൻ പോളിയെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ കൊണ്ടുവരാൻ ഭയങ്കര സാധ്യത കുറവാണ്. അല്ല സ്റ്റാർ മെറ്റീരിയൽ വരുത്തേണ്ട കാര്യമില്ല. അത് വേറെ പ്രശ്നമുണ്ടല്ലോ. നിവിൻ പോളി എപ്പോഴാണ് വരുന്നത്? നിവിൻ പോളി പയ്യൻ മരിച്ച് പെങ്ങളെ കൊല്ലാൻ നടക്കുമ്പോഴാണ് ആ പിക്ചറിലോട്ട് നിവിൻ പോളി വരുന്നത്. ഓക്കെ, മാർക്കോ 2 എന്ന് പറയുന്നത് ഒരിക്കലും ആ സ്റ്റോറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ആ സ്റ്റോറിക്ക് മുമ്പായിരിക്കും നടക്കുന്നത്. അപ്പം ഈ ചെറുക്കനെ മിസ്സായി, കൊച്ചിറക്കനെ അത് നോക്കുമ്പോൾ ഈ അവസാനം ടൈലിൽ കാണിച്ചിരിക്കുന്ന മിസ്സായതായിട്ടാണ് കാണിച്ചത്. അപ്പൊ അവിടെ ആയിരിക്കും ആ കഥ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ചെറുത്, ഇനി കുറച്ചുകൂടെ വലുതായിട്ടായിരിക്കും മറ്റേ കഥ വരുന്നത്. അത് ഓക്കെ, ഞാൻ പറയാം. ഇതിപ്പം ഹിറ്റായി മാർക്കോ വേണമെങ്കിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാം, ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഒരു നിവിൻ പോളി വരുമോ എന്ന് എനിക്ക് സംശയമാകുന്നത്. കൊണ്ടുവന്നാൽ തന്നെ ഇതിന് കോൺഫ്ലിക്റ്റ് എങ്ങനെ വരും? അതാണ്, ആ കഥ ആയില്ലല്ലോ. ചെറുക്കാൻ വലുതായി വരണ്ടേ? ചെറുക്കാൻ വലുതായി വന്നാൽ കൊണ്ടുവരാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല അത് ലോജിക്കലി അത് കറക്റ്റ് ആവുന്നില്ല. അങ്ങനൊരു കോമ്പിനേഷൻ മാർക്കോന് ചത്തൂന്ന് കാണിക്കുന്നില്ലല്ലോ. മിഖായില് ചത്തൂന്ന് കാണിക്കുന്നില്ല. ഇവൻ ചത്തൂന്ന് പറയുന്നില്ലല്ലോ, ഇടിച്ചിട്ടു കുത്തി എന്നേ പറയുന്നുള്ളൂ. അപ്പം മിഖായൽ 2 ചാൻസ്. മാർക്കോ 2 വരത്തില്ല. മാർക്കോയിന്റെ സീക്വൽസിൽ അതിൽ വരാൻ ചാൻസ് കുറവാണ്. മിഖായൽ 2 അല്ലെങ്കിൽ മാർക്കോയുടെ സീക്വല് മിഖായൽ സ്റ്റോറി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വരുവാണെങ്കിൽ ചാൻസ് ഉണ്ട്. അല്ലാതെ അതിന് മുമ്പുള്ള സ്റ്റോറിയിൽ നിവിൻ പോളി വരാൻ ചാൻസ് ഇല്ല. കാരണം കഥയിൽ ആ സ്റ്റോറിയിലോട്ട് നിവിൻ പോളി ആടാവുന്നത് ആ പെണ്ണിന്റെ ബേസിലാണ്, കൊച്ചിന്റെ ബേസിലാണ്, പെൺകൊച്ചിന്റെ ബേസിൽ. അത് ആ ചെറുക്കൻ സ്കൂളിൽ എത്തണം, പഠിച്ച സ്കൂളിൽ. അപ്പൊ അതിലോട്ട് വരുന്നില്ല. ഈ ചെറുക്കൻ മിസ്സായതിന്റെ ബേസിൽ, കൊച്ചി ചെറുക്കനായി ഇടുന്ന സമയത്ത് മിസ്സായതിന്റെ ബേസിലായിരിക്കും 2 വരാൻ ചാൻസ്. പ്ലേസ് ചെയ്യാണെങ്കിൽ നമുക്ക് ചുമ്മാ ഊഹാപോഹങ്ങളാണ്. ഇനിയിപ്പോ അനീഫ ഇനി വെച്ചേക്കുന്ന പോലെ തന്നെ പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോ ഇനിയിപ്പം മിഖായൽ 2 തന്നെ വേണമെങ്കിൽ മാർക്കോ 3 എന്ന് പറഞ്ഞുകൊണ്ടല്ല 2 എന്ന് പറഞ്ഞു വേണമെങ്കിൽ അടക്കാം. 2 സ്റ്റാർ മെറ്റീരിയലിനെ കൊണ്ടുവരുമ്പോൾ പണം വലുതായില്ലയോ? പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നല്ല ചിലര് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനകത്ത് എനിക്ക് അത്ര അങ്ങോട്ട് ഓർത്തിരിക്കാൻ പറ്റിയില്ല. പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പം എനിക്ക് മനസ്സിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു. ഉണ്ണിമകന്റെ അടിപൊളിയായിരുന്നു, ജഗദീഷിന്റെ അടിപൊളിയായിരുന്നു. കുറെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട് അതിനകത്ത്. എനിക്ക് ഉണ്ണിമകനെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ ട്യൂൺ ചില പടങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ചില പടങ്ങൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കും. പ്രത്യേകിച്ച് സുഷിഷാമിന്റെ മ്യൂസിക്കുകൾ ചെയ്യുന്ന പടങ്ങളിലെല്ലാം തന്നെ മ്യൂസിക് പടം ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഭീഷ്മപർവ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു വന്നപ്പം എൻ്റെ മനസ്സിൽ ആ ട്യൂൺ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതായി രജിസ്റ്റർ ആയി. നമുക്ക് അതുമായിട്ടാണ് വന്നത്. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്കോറാണ്.
പിന്നെ സിനിമാറ്റോഗ്രാഫി എനിക്ക് തോന്നുന്നു ആക്ഷൻ സീൻസിൽ സിനിമാറ്റോഗ്രാഫി കിട്ടില്ല, പ്രത്യേകിച്ച് സ്റ്റെയർ കേസ് സീൻസ് ബാക്കിയുള്ളതല്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആക്ഷൻ സീൻസിൽ കൊറിയോഗ്രാഫി സിനിമാറ്റോഗ്രാഫി സഹിതം ചെയ്യുന്നത് ആക്ഷൻ ചെയ്യുന്ന ആളാണ്. ക്യാമറ വെക്കുന്നതും എല്ലാം ഡയറക്ടറിന് വലിയ റോൾ കാണില്ല, സജഷൻസ് പറയത്തേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ അതെനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടു. മാർക്കോയില് ബാക്കിയുള്ള സീൻസ് അതൊക്കെ സാധാ നമ്മളെ വീടിനകത്തേക്കുന്ന ക്യാമറ വെക്കാല്ല, വലിയ ഒന്നും സംഭവമൊന്നുമില്ല. അതെ, നമ്മളിങ്ങനെ ഇത് സ്ലോ മോഷൻ സീനുകളുണ്ട്, ഇൻട്രോ സീനുകളൊക്കെ അതൊക്കെ നല്ലതായിരുന്നു. ചില സീൻസ് നല്ലായിരുന്നു, ചില സീൻസ് വേറെ നോർമൽ ആയി പോയതുപോലെ. അതായത് ഇപ്പം ജഗദീഷ് വന്നിട്ട് ഇവർ റസലിന്റെ കൈ നോക്കിയിട്ട് പറയുന്നില്ലേ കൈ പൊള്ളിയോ വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നില്ല, അതിന് ആ സീനിന്റെ പ്ലേസ്മെന്റ് ക്യാമറ അത്ര ഒന്നും എനിക്ക് എത്രയും തോന്നിയില്ല. ബാക്കി വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇത് വെറും നോർമൽ ആയി പോയെന്നുള്ള ഇത്. എനിക്ക് പിന്നെ ഒരു കാര്യം തന്നെ ജഗദീഷിനെ വെച്ച് പറയുമ്പോൾ എനിക്ക് ജഗദീഷിന് അത്ര അങ്ങോട്ട് പോരാ. എന്നിട്ട് ജഗദീഷ് എന്ന് പറഞ്ഞു ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ജഗദീഷിന് ഇംഗ്ലീഷ് ഒക്കെ ഉള്ളായിരുന്നു, ഡയലോഗ് ഡെലിവറി ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ മ്യൂസിക് അനുസരിച്ചുള്ള നടത്തവും പുള്ളിക്ക് ആ ഒരു ഇല്ല. തുടക്കത്തിലെ സീനൊക്കെ ഇടുമായിരുന്നു, അതായത് ഇരുട്ടിനകത്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്ന അത് കൊള്ളായിരുന്നു. സീറ്റിൽ പോയി, ബാക്കിയെല്ലാം പോയി. പ്രത്യേകിച്ച് ഈ സാധനത്തിനകത്ത് കണക്ട് അതൊരു സുഖമില്ലായിരുന്നു. ഒരു സുഖമില്ലായിരുന്നു. പിന്നെ പുള്ളി ബയോസെക്ഷൽ ആണെന്ന് പറയുന്നതിന്റെ ഒരു മാൻഡ്രസം, അയ്യോ അതൊക്കെ വേറൊരു എല്ലാം പറയും. എനിക്ക് ഭയങ്കര ഒരുമാതിരി ഇരിക്കുന്നു. എന്നുവെച്ചാ എന്താ കൈ ഇത് വെച്ചിട്ട് എനിക്ക് എല്ലാരെയും ഇതാക്കാൻ പറ്റും, അതെനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊട്ടിത്തെറിച്ചപ്പെടുത്തി അച്ഛൻ അങ്ങനെ ഞാൻ വീഡിയോ മോൻ പോയി പറഞ്ഞു. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ അമ്മ പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ കണ്ടപ്പോൾ എനിക്ക് വൗന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയെങ്കിലും പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞപ്പോഴാണ് ആ സീൻ എനിക്ക് ഓർമ്മയിലോട്ട് വന്നത്. അതായത് ആ കാറിനകത്ത് ഒരു റിവീൽ ഒരു ചിരിയുണ്ട് പുള്ളിയുടെ, അടിപൊളി സീന്, അത് സൂപ്പർ സീൻ. അത് ഞാൻ കണ്ട് മറന്നിങ്ങി പോരുന്നായിരുന്നു. അന്ന് ആ സമയത്ത് എനിക്ക് ആ ഒരു ഇത് കിട്ടിയെങ്കിലും പിന്നെ ആ ട്രോമയിലേക്ക് മറന്നുപോയി. പക്ഷെ പറഞ്ഞപ്പോഴാണ് ശരി ആ ഈ സീൻ എന്നെ ഇതിലോട്ടാ ചെയ്തത്, സൂപ്പറായിട്ടാ ചെയ്തത്. ആ സീക്വൻസ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അഭിമന്യു ഷമ്മി തിലകനെ കണ്ടിങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് വരുമ്പോഴത്തേത് ആ വരുന്നത് ഒരു ഇടിവണ്ടി പോലത്തെ ഒരു സാധാരണ. എന്റെ ദൈവമേ, എന്തോ കബീർ ദുഹാൻ സിംഗ് എന്റെ പൊന്നോ സൈറസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നെ കിടിലോട്ടാ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ആ പുള്ളി ആ ഫോട്ടോയിലൊക്കെ വന്നിങ്ങനെ നോക്കുന്ന അടിപൊളി. പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ആ കോറിഡോറിൽ വീടിനകത്ത് വെച്ചിട്ട് കോറിഡോറിൽ മാർക്കോ എടുത്തിട്ട് ഇടിക്കുന്ന സീൻ, ആ ഇടി എന്നൊക്കെ പറഞ്ഞ ഇടത് കൈ വെച്ചാൽ കണ്ട് ഇടിക്കുന്ന ഒരു സീൻ. ഇങ്ങനെ വന്നിട്ട് ഇടിക്കുകയാണ് താനെ കിടത്തിയിട്ട്, മാർക്കോ അറ്റടിക്കുന്നത് ഇടിക്കൊണ്ട് വീഴുകയാണ്. അതിനകത്ത് അപ്പൊ നമുക്ക് തോന്നുന്നു ഇവനൊക്കെ എന്നാ ചെയ്യാനാ, തൊടാൻ പറ്റുന്നില്ല. അമ്മ ഇടി എന്നൊക്കെ പറഞ്ഞ കിൻഡൽ ഇടി, അതേപോലെ നല്ല സ്ട്രോങ് വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അത് ഫീൽ ചെയ്തു. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നായകനെക്കാളും ഭയങ്കര ലെവലിലുള്ള വില്ലൻ എന്നുള്ളത് നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തൊരു സീനാണ്. അത് സൂപ്പർ. അത് പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും എടുത്ത് പറഞ്ഞു. വലിയ ഡയലോഗ് ഒന്നും കൊടുത്ത് അലമ്പാക്കിയില്ല, അടിപൊളി കാര്യം ചെയ്ത് സെറ്റ്, അത് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് വേറൊരു ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്താ പറയുക കുറച്ചും കൂടെ വില്ലന്മാരെ ചെയ്യാമായിരുന്നു. അത് ഈവൻ പ്രൊഡ്യൂസർ വരെ പറഞ്ഞു കുറച്ചും കൂടെ വയലൻസ് വേണമായിരുന്നു. എനിക്കത് പോരാന്നാ തോന്നി. അവിടെ എന്തൊക്കെയോ ഒരു പോരായ്മ പോലെ തോന്നി. പെട്ടെന്ന് ചെയ്തിട്ട് പോയതുപോലെ പെട്ടെന്ന് തീർന്നല്ലോ. അതായത് ഇപ്പം വില്ലൻ ഇത്രയും കാര്യങ്ങൾ അവനെ ചെയ്തു. ചിലര് അങ്ങനെ ഞാൻ റിവ്യൂലും കണ്ടു, ചിലര് വന്നിട്ട് പറഞ്ഞു വില്ലന്മാരെ കുറച്ചും കൂടെ ഇതാക്കാൻ, ഇത് പെട്ടെന്ന് ചത്തുപോയില്ലേ, വേദന അറിയാതെ ചത്തുപോയി. ഇവൻ അതേപോലെ വേദനിപ്പിച്ചത് അടിപൊളിയായിരുന്നു. പക്ഷെ അതെടുത്തിട്ട് മറ്റേ ഈ ഇതുണ്ടല്ലോ ആസിഡ് കലക്കിയിരിക്കുന്ന സാധനം അവൻ മറ്റവനെ കൊന്നു അങ്ങനെ ഹൃദയം എടുത്താലേ. അതേപോലെ എനിക്ക് വില്ലനെ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പക്ഷെ അത് നല്ല സീനായിരുന്നു. ആ സീനെ ഞാൻ കുറ്റം പറയല്ല, എനിക്ക് കുറച്ചും കൂടെ അറിഞ്ഞു കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ സൈക്കായി പോയതായിരിക്കാം. പക്ഷെ അവരിങ്ങനെ കെട്ടി തൂക്കിയിട്ട് ആസിഡൊക്കെ മുക്കി എന്നുവെച്ചാൽ ഇങ്ങനെ
കാലിങ്ങനെ പതുക്കെ മുക്കി പതുക്കെ ഇങ്ങനെ മുക്കി ഇഞ്ചിഞ്ചായി കൊല്ലുന്നൊരു പരിപാടിയുണ്ട്. സ്ട്രൈക്കായി പോകുന്നതല്ല, പക്ഷെ അത്രയും ചെയ്തിട്ടുണ്ട് അവനെ. അപ്പൊ നമ്മുടെ ആ ഫാമിലി ഇത്ര ആക്കി ടോർച്ചർ ചെയ്തപ്പോ നമുക്ക് തോന്നി അവനെ ടോർച്ചർ ചെയ്യാന്നുള്ള. പിന്നെ അവസാനത്തെ സീനിൽ എനിക്ക് ചിലതൊക്കെ കണ്ടപ്പോ തോന്നിച്ച രംഗൻചേട്ടന്റെ ഓർമ്മ വന്നായിരുന്നു. രംഗൻചേട്ടന്റെ അമ്പാനെ കുത്തുന്ന ഒരു സീൻ. അമ്പാനെ ഞങ്ങൾ തിയേറ്ററിൽ വെച്ച് ആ സ്പോട്ട് ഞങ്ങൾ പറഞ്ഞു. അതായത് അമ്പാനയുടെ കഥ പറയുന്നുണ്ടല്ലോ, അമ്പാനെ ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പാന് കഥ പറയുന്നുണ്ട്. അവൻ ചേട്ടന്റെ വില്ലൻ ഏറ്റവും പുറകില്, അതിന് മുമ്പിൽ ഒരു 10-50 ഗുണ്ടകൾ. ചേട്ടൻ ചാടി ചെന്ന് രംഗട്ടൻ ചാടി കുത്തി അതേ സാധനം. ഇനിയിപ്പം OTT റിലീസ് വരുമ്പോ മിക്കവാറും അത് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റേത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റോൾ മെറ്റീരിയല്ല, കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ സീൻ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞില്ലേ ഉണ്ണിമുന്നന്റെ ബോഡി കാണിക്കാൻ വേണ്ടിട്ട് വലിച്ചു, പക്ഷെ നന്നായിട്ട് കാണിച്ചു. സീൻ കൊള്ളായിരുന്നു. കീർന്നാണെങ്കിലും ആകെയുള്ള ഫീൽ ചെയ്യും. സൽമാൻ ഖാൻ ബോളിവുഡ് സൽമാൻ അതിന്റെ കുറച്ച് ഇത് BTS പറഞ്ഞായിരുന്നല്ലോ, ഉണ്ണിമുന്നൻ പുള്ളപ്പ് എടുക്കുന്നു. അവിടെ സ്റ്റെപ്പിൽ കിടന്നു പുള്ളപ്പോട് ഇതിനു വേണ്ടി പ്രിപ്പയർ അവരെ ഇത്രയും പേര് വന്ന് കുറെ നേരം ഇടിച്ച് അത് കഴിയുമ്പോഴേക്കും മറ്റേ സാധനം കിട്ടും പപ്പടം പറക്കുന്ന പടത്തുള്ളത്. ആ സീനിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു തല കൊണ്ടുവരുന്നുണ്ട്. ആരുടെ തലയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ആരുടെ എന്നറിയോ? മറ്റേ ഞാൻ ജഗദീഷിന്റെ തലയാന്ന് വിചാരിച്ചു. ജഗദീഷിന്റെ അല്ല, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ജഗദീശ് നേരത്തെ ചത്തല്ലോ, കുറെ നേരം മുമ്പേ മരിച്ചു. എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മറ്റേ എന്താ ടർബോയിലെ വില്ലനുണ്ടല്ലോ, മനസ്സിലായി, പുള്ളിയുടെ തല പോലെ എന്ന് വെച്ചാൽ തലമുടി ഇങ്ങനെ ആണോ? രാജ്ബി പുള്ളിക്കാരന്റെ തല പോലെ എന്ന് വെച്ചാൽ കഷണ്ടിയ. അപ്പൊ എനിക്ക് പുള്ളിയുടെ തല എടുത്ത് കഴിച്ചു. ഇത് തല ഈ ഇതുണ്ടല്ലോ, ആ ഗോഡൌണിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് കാണും, ബ്രൂട്ടൽ ഫൈറ്റ്. അതിലെത്തുന്ന തല വെട്ടിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞായിരിക്കും. പക്ഷെ ഈ വില്ലന്മാരെല്ലാം ഒന്നടങ്കം ഞെട്ടുന്നു ആ തല കാണുന്നു. അപ്പം പ്രധാനപ്പെട്ടത് ഒരു തലയാണ്. അതാ ഞാൻ വിചാരിച്ച റിയാസ് ഖാൻ ആയിരിക്കുമോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ റിയാസ് ഖാൻ ഫ്ലാഷ് ബാക്കില്ല വയലൻസ് ഒന്നും ഇല്ലെന്ന് പ്രൊഡ്യൂസർ പറയുകയും ചെയ്തു. അപ്പൊ കുറച്ച് പേര് ഇങ്ങനെ കണ്ട് റിയാസ് ഖാന്റെ തലയായിരുന്നു അതൊന്നും കണ്ട് ചോദിച്ചപ്പോഴാണ് വയലൻസ് ഇല്ല റിയാസ് ഖാൻ എന്ന് പറഞ്ഞത്. പക്ഷെ റിയാസ് ഖാന്റെ തലയല്ല, വേറെ പിന്നെ ആക്ഷൻ സീൻസ് എല്ലാം അടിപൊളി. എല്ലാ ആക്ഷൻ സീനും അതിൻ്റെതായിട്ടുള്ള. ഇപ്പൊ പുഷ്പ 2-നകത്ത് കൈകെട്ടിയുള്ള ഫൈറ്റ് ഉണ്ട്, വെറും കുറെ. ഇത് നല്ല കൺവിൻസിങ് ആയിട്ട് ഫൈറ്റ് എടുത്തു. കൈകെട്ടിയിട്ടുള്ള ഫൈറ്റ് നല്ല സൂപ്പറായിട്ട് എടുത്തിരുന്നു, അടിപൊളിയായിട്ട് എടുത്തിരുന്നു, ഒന്നും പറയാനില്ല അതിനെ കുറിച്ച്. അത് എന്താ പറയുക, നമ്മൾ ആ ടെൻഷൻ ബിൽഡിങ് നമുക്കറിയാം. അതായത് കൈ അടിക്കാനായിട്ട് അവൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആള് വരുന്നു, അത് കട്ട് ചെയ്യുന്നു, അടുത്ത സെക്കൻഡ് പൂട്ടുന്നു, ഇടിക്കുന്നു. അതാണ് നമുക്ക് ആ ടെൻഷൻ. ആക്ഷൻ സീൻസ് ചെയ്തവനെ ഞാൻ ആക്ഷൻ കൂടിയ അടിപൊളി. ഞാൻ ഇനി എല്ലാം നല്ല എന്തോ പുള്ളി എന്തോ ഇതായിരുന്നു, അസിസ്റ്റന്റോ മറ്റോ ആയിരുന്നു ഫസ്റ്റ്. അങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല കറക്റ്റ് ആണെന്ന്. ഇപ്പൊ ഫസ്റ്റ് എനിക്ക് തോന്നേ ചെറിയ കുറച്ച് സാധനങ്ങളുണ്ട് സാധാരണ ഗ്യാങ്സ്റ്റർ ഫൈറ്റിനകത്തുള്ളത്, ഈ റൗണ്ട് നിന്നിട്ട് അടിക്കുന്ന സാധനങ്ങൾ 1 by 1 പറഞ്ഞിട്ടുള്ളത്. അത് സാധാ പോലെ തോന്നിച്ചു. പക്ഷെ അതിലെന്തെങ്കിലുമൊക്കെ ഗിമിക്സ് കാണിക്കാമെന്ന് എനിക്ക് തോന്നി, ഈ സാധയിൽ നിന്നും മാറ്റിയിട്ട്. കാരണം വെച്ചാൽ ജോൺ വിക്കിലൊക്കെ അങ്ങനെ കുറഞ്ഞു വന്നു നിന്നവർക്ക് പോലും സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ട് അടിക്കുന്ന സീനുകളുണ്ട്. ഇത് ജോൺ വിക്ക് തന്നെ. ഇത് ജോൺ വിക്ക് പിടിക്കാനാണ് ടൈം കെട്ടി അവസാനം വന്നത്. പക്ഷെ ആ സിമ്പിൾ സാധനങ്ങളൊക്കെ ജോൺ വിക്ക് പറ നടി വരുന്നിടത്തുനിന്നും അവൻ അത് ചെയ്യുന്നുണ്ട്. നമുക്കത് ഭയങ്കര രസമായിരുന്നു ഫീൽ ചെയ്യും. ആ ഒരു സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ. അത് ശരിയാ. ഈ കറങ്ങി നിൽക്കുന്ന ഫൈറ്റിനകത്ത് ക്യാമറ ഓൾറെഡി നിൽക്കുക, ബാക്കി നിൽക്കുന്നവർക്ക് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറയാൻ പറ്റും. വെളി ഇങ്ങനെ വെറുതെ നിൽക്കും. അത് പണ്ട് ജാക്കി ചാന്റെ ഏതോ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാനത് പുള്ളി പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പഴയ പടങ്ങളിൽ ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുമായിരുന്നു, എന്റെ ഊഴം വരാനായിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ അനങ്ങി നിൽക്കും. ഇപ്പൊ ഫ്രണ്ട് ഫൈറ്റ് നടക്കുന്ന കാരണം ആൾക്കാർ ബാക്കിലെ ഇത് ശ്രദ്ധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ഒരു എന്താ പറയുക മറ്റേ പോർട്രേറ്റ് ഒരു ബൊക്കെ എഫക്റ്റിലായിരിക്കും കാണിക്കുന്നത്, അതുകൊണ്ട് കാണത്തില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. ഒരു ആക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ മൂവ് ചെയ്തോണ്ടിരിക്കും. സ്വന്തം ഊഴം വരുമ്പോഴേ ഫ്രണ്ടിലോട്ട് കയറി വരത്തുള്ളൂ, അടിക്കത്തുള്ളൂ. അത് ഞാൻ പൊളിച്ചെഴുതാനാണ് നോക്കിയത് എന്ന് പറഞ്ഞു. ജാക്കി ചാന്റെ പടങ്ങൾ ശ്രദ്ധിച്ച് നോക്കി 50 പേരും അടിക്കുക മാറുക. അപ്പം അന്നാണ് ഈ സംഭവം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആ പുള്ളിയുടെ പണ്ട് കണ്ട ഇന്റർവ്യൂ ആണ്.
അപ്പൊ അതിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കിയപ്പോ അതേ സാധനം അത് കുറച്ച് ഫെയിലിയർ പോലെ തോന്നി. ബാക്കി കേട്ടില്ല. സ്റ്റെയർകേസ് വന്നപ്പോ സ്റ്റൈലായിരുന്നു. പറന്ന് വെട്ടും കൊള്ളുന്നുണ്ട്, അടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് പ്രൊഡ്യൂസർ പറഞ്ഞ് അത് വൺ ഷോട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അല്ലല്ല അത് കട്ടുകളുണ്ട്. ആടി ഞാൻ എവിടെ കട്ട് വരുന്നു സത്യം പറഞ്ഞാൽ ഷോട്ട് ഇങ്ങനെ പടം ഇത് കണ്ടു ഇത് വരുന്നുണ്ട്. കട്ട് നല്ലോണം വരുന്നുണ്ട്. അത് മാസ്ക് ചെയ്ത് വിടുക, അതായത് ആൾക്കാരുടെ ഈ ബാക്കിലേക്ക് ആൾക്കാരുടെ ബാക്കിലേക്ക് അടുപ്പിക്കുകയും പിന്നെ വേറെ വരുന്നു. അതായത് ഒരു സീനിൽ ഇങ്ങനെ താഴേന്ന് ഇടിച്ചിടിച്ച് കയറുന്നുണ്ട്, അടുത്ത സെക്കൻഡിൽ ഈ ക്യാമറ മോളിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്നേട്ടാണ് കാണിക്കുന്നത്. അത് ഒറ്റ സീനല്ല, പക്ഷെ അത് അത്രയും 3 നില ഇടിച്ച് കയറുന്നേട്ടാണ് കാണിക്കുന്നത്. ആ 3 നില കയറി സാധാരണ ഭയങ്കര എഫേർട്ട് വേണം, എഫേർട്ട് ഭയങ്കരമാണ്. അത് സമ്മതിച്ചു. അതില് എനിക്ക് പിന്നെ ഒരു ഗിമിക്ക് പണിയെന്ന് വെച്ചാൽ എല്ലാരും ഇടിക്കുമ്പോ ബ്ലഡ് തെറിക്കുന്നതായിട്ടുണ്ട്. ഇടിക്കുന്ന അതില് എഡിറ്റിംഗിൽ കയറ്റി കണക്കി എനിക്ക് തോന്നുന്നു. അത് ഒന്നിൽ ബ്ലഡ് ഷെയ്ഡ് വരുന്ന നടക്കാൻ തോന്നിയില്ല. അതൊരു ഗിമിക്കായിട്ട് വന്നു. അത് വേണ്ടായിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അതൊരു മോശമായി പോയി. ശ്രദ്ധിച്ചിരിക്കും നമുക്കൊരു ഇത് പോയി. ഞാനത് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്റെ മെയിൻ ഫോക്കസ് ഈ കട്ട വിടക്ക് വരുമോ. അതിൽ മ്യൂസിക് ഇല്ല, അതല്ലേ ഇടി മാത്രമേ ഉള്ളൂ. ആണോ? അതിൽ മ്യൂസിക്കേ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ മ്യൂസിക്കിലോട്ട് പോകുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആദ്യം അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. എൻജോയ് ചെയ്തു, നല്ലോണം എൻജോയ് ചെയ്തു. അത് മ്യൂസിക്കേ ഇല്ല, ഇടി മാത്രമേ ഉള്ളൂ, ടീം മാത്രമേ ഉള്ളൂ. ആണല്ലേ? അത് കഴിഞ്ഞ് അങ്ങോട്ട് ആ സ്ട്രൈക്കേഴ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ മ്യൂസിക് വരും, പിന്നെ സ്റ്റെപ്പേ കയറി മെലഡി കയറുന്നു. ഞാൻ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു ആ ഷോട്ട്. അത് കാരണം മ്യൂസിക്കിനായി ശ്രദ്ധിച്ചില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ കട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ, എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് അറിവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് തുടങ്ങിയപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് വെച്ചാൽ എന്തോ ഒരു ഇതിനകത്തുണ്ട്. പിന്നെ ജോൺ വിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ജോൺ വിക്കിന്റെ എല്ലാ ഫൈറ്റിലും പിസ്റ്റൽ ഫൈറ്റിലാണ് കൂടുതൽ. എല്ലാത്തിനകത്തും ജോൺ വിക്ക് രണ്ടാമത് മേക്ക് ഷുവർ ചെയ്യാൻ ഡെഡ് ആയിട്ടുണ്ടോ. അവസാനം അത് തലയ്ക്കൊരു വെടി വെക്കുന്നത് എല്ലാം ഈ പോയിന്റ് ബാങ്കിലാണ് മിക്കാറ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ഇതാ അയാള് ലാസ്റ്റ് മേക്ക് ഷുവർ ചെയ്തിട്ട് പുള്ളി പോകുന്നുണ്ട്. വെടിവെക്കെ വന്നെങ്കിൽ തലയ്ക്ക് വെടിവെച്ച് കൺഫേം ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. അത് ഭയങ്കര രസമായിട്ടാണ്. ഇതിനകത്ത് ഇങ്ങനെ ഇവരെ കൊല്ലുന്നില്ല, ഇവരെന്തൊരു ചത്തില്ലേ എന്ന് തോന്നി ഒരു പോയിട്ട് കഴിഞ്ഞപ്പോൾ. എന്ന് വെച്ചാൽ ഇവനെ കൊല്ലാൻ പല പല അവസരങ്ങൾ ഉണ്ടായിരുന്നു, കൊന്നില്ല. ഉണ്ണിമോന്തനെ മാർക്കോയ്ക്ക് റസലിനെ കൊല്ലാൻ പല മറ്റവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടപ്പോൾ ഇടി കിട്ടിയപ്പോഴേ പ്രശ്നം. പിന്നെ നമുക്ക് ഇങ്ങനെ വിചാരിക്കുമല്ലോ, അവൻ ഇതെല്ലാം കാണണം, അവനോ വിഷമം ഉണ്ടാവണം. പിന്നെ അവന് ചോദിക്കുന്നത് നിനക്ക് എന്താണ് ദേഷ്യം സങ്കടമില്ലാത്ത ചോദിക്കുന്നുണ്ടല്ലോ. നിനക്ക് എന്താണ് സങ്കടമില്ലാത്തത്? സങ്കടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ, പിന്നെ നിനക്ക് സങ്കടമില്ല അങ്ങനെ എന്തോ അല്ലേ? അതല്ലേ കൂട്ടുകാരന്റെ കൂട്ടത്തിൽ വന്ന് അവനെ കൈ വെക്കുന്നത്. ആ സമയത്തൊക്കെ മുഖത്തേക്ക് ബ്ലഡ് തിരിച്ചിട്ട് തെറിച്ച് വീഴുന്നു. അവര് കാട് ബ്ലഡ് മറ്റേ വീട്ടിനകത്ത് വെച്ചുള്ള ഫൈറ്റിനകത്ത് ഫുള്ള് ബ്ലഡ് എന്തൊക്കെയാ കാണിക്കുന്നത്. എന്റെ ദൈവം, ആ ഗർഭിണിയിലൊക്കെ ഷോട്ട് അതിന്റെയും ഏതാണ്ട് 50% കട്ട് ചെയ്ത് കളഞ്ഞു. അതാ പക്ഷെ വയലൻസ് ഹൈ ആക്കിയത് ആ ഷോട്ട്. നായികയെ കൊണ്ടുവന്ന് അതവൻ പറയുന്നുണ്ടല്ലോ, വില്ലൻ പറയുന്നുണ്ട്, നിനക്ക് വേദന എന്തെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ബാക്കിയുള്ളവരെല്ലാം അവളെയൊക്കെ എന്തിനാ കൊണ്ടത്? എത്രയും പേരുണ്ടായിരുന്നു ഇവിടെ അഭിനയിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതായി. അതിനൊന്നും ആവശ്യമില്ല. മറ്റേ പെണ്ണ് കൊള്ളായിരുന്നു, നല്ലോണം അഭിനയിക്കുന്നത്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അഭിമന്യു അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പടമാന്ന് പറയുന്നില്ല, അവരുടെ ആ ലെഗസി തിലകന്റെ കൊച്ചുമോൻ തന്നെ ശബ്ദത്തിലുണ്ട് ആ ഒരു ഗാംഭീര്യത. അത് അവൻ കയറി സൂപ്പർ വില്ലനായി വരും. ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകാതിരുന്ന നല്ല റോളുകൾ. അച്ഛൻ കിട്ടിയ റോളും കൂടെ കിട്ടണം. അച്ഛനല്ല, അപ്പൂപ്പന് കിട്ടിയ പോലുള്ള റോള് കിട്ടിക്കഴിഞ്ഞ് ഞാൻ കളയാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. അച്ഛന് കിട്ടിയ അല്ല അപ്പൂപ്പന് കിട്ടിയല്ല, തിലേരി കിട്ടിയ റോള് ഷമ്മി തിലേരി കിട്ടിയില്ലല്ലോ. കുഴപ്പമില്ല, ഇനി ചിലപ്പം എങ്ങനെയോ ഇനിയല്ലേ തെളിയിക്കാൻ പറ്റുന്നത്. അവന് നല്ല ലുക്കുണ്ട്, നല്ല ലുക്കുണ്ട്. ഒരു ഫോട്ടോ കണ്ടായിരുന്നു, ബോഡിയൊക്കെ കാണിച്ച് വെൽ ബിൽറ്റ് ആയിട്ടുള്ള എണ്ണ കട്ട. അത് പക്ഷെ ഇതിനകത്ത് എനിക്കൊന്ന് മുടി ഇങ്ങനെ കട്ട് ചെയ്ത് അവന്റെ യഥാർത്ഥ രൂപത്തിൽ കുറച്ച് മുടിയൊക്കെ എത്ര മുടിയൊന്നും ഇല്ല. അല്ല മുടി കൂടുതൽ ഇപ്പത്തെ പിന്നെ മുടി എത്ര ഇല്ല. നേരത്തെ ഫോട്ടോസ് കണ്ട് അതിനകത്ത് മുടിയൊക്കെ നിറ മുടിയൊക്കെ വെച്ചിട്ട്
ഇങ്ങനെ തലമുടി നിറയെ തല മൊത്തം നിറയെ മുടിയൊക്കെ വേണ്ടിയിട്ട് കട്ടിയാൽ ആയിരിക്കും. പക്ഷെ നന്നായി നല്ല പിന്നെ കാര്യം ബോളിവുഡിൽ ഇപ്പം വില്ലനിസം വളരെ കുറവാണ്. എല്ലാം പ്രകൃതി പടങ്ങളാണല്ലോ, അതിനൊരു റിലീഫ് ഉണ്ടായി. വില്ലനൊക്കെ വന്നു. ഇനി അങ്ങോട്ട് ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇത് ഇനി അങ്ങോട്ടുള്ള വയലൻസ് പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ഷൻ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മാർക്കോട് അത്ര വയലൻസ് ഉണ്ടോ എന്നായിരിക്കും ആൾക്കാർ ചോദിക്കുന്നത്. ചോദ്യം വരും. അത് ഉറപ്പായിട്ട് വയലൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവർക്കൊരു ഇതാവും, ചലഞ്ചിങ്ങും കൂടെ. അതെ അതെ. നെക്സ്റ്റ് അടുത്ത് ഇറങ്ങാൻ പോകുന്നത് ഏറ്റവും അടുത്ത് ഇപ്പൊ കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് സലാർ 2 ആണ്. സലാർ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞാൽ പുള്ളി ഒരു അനിമൽ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം നിഷാന്ത് നീല് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത് അമ്മ മറ്റേ അതിനകത്ത് കുറച്ച് ഓവറായി പോയെന്ന് പറഞ്ഞ ഒരു സീനാണ്. അമ്മ ബർത്ത്ഡേ കട്ട് ചെയ്യാൻ എടുക്കുന്ന മറ്റേ കത്തിയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ കത്തി എടുത്തപ്പം അമ്മ ഭയങ്കര ട്രോമയായിട്ട് ഓടി വന്നിട്ട് പിടിച്ചു വാങ്ങുന്ന ഒരു സീനുണ്ട്. മോനെ ഇങ്ങിത്താണ്. അതിന്റെയൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത് കഥ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ അത് കണ്ടപ്പം നമുക്കത് തോന്നിയില്ല. അത് പ്രശാന്തിയിൽ തന്നെ പറഞ്ഞു, സലാർ എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ എടുക്കാമായിരുന്നു, ഞാൻ അത് വൃത്തിയായിട്ടല്ല എടുത്തേക്കുന്നത്, എൻ്റെ 100% ഞാൻ ഇട്ടില്ല പടത്തിന്. സെക്കൻഡ് ഇനി എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ന് പുള്ളി തന്നെ പറഞ്ഞു. വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കിംഗ് ആയിരിക്കും സലാർ 2 എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ഇന്റർവ്യൂലെല്ലാം പറയുന്നത്. അപ്പൊ എന്തായാലും ഇതും കൂടെ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു മറ്റേ ഒരു കംപ്ലീറ്റ് ലൈസൻസ് കിട്ടും. നീ UA വേണ്ട, എനിക്ക് A മതി എന്നുള്ള രീതി എടുത്തിട്ട് മൊത്തത്തിൽ കാണും. ആൾക്കാർ റെസ്പോൺസ് ഇതാണെന്ന് പറയുമ്പോൾ സലാറിനകത്ത് തന്നെ മൊത്തം ബ്ലഡ് ഇതിനകത്ത് കുളിച്ചല്ലേ നിൽക്കുന്നത്. അപ്പം വലിയ സീൻസ് ഒന്നും കാണിക്കുന്നില്ല. തലയൊക്കെ വെട്ടുന്നില്ല. തലയെ വെട്ടുന്ന ഇപ്പൊ കോമൺ ആയിട്ട് അല്ലെ. ഓ അത് ഞാൻ എണ്ണിച്ചെന്ന് കൈയടിച്ച സീൻ. ഞാന് ഹൈദരാബാദ് വെച്ചിട്ടാണ് ബാഹുബലി 2 ബാഹുബലി 1 കണ്ടത്. അപ്പം 2 വെട്ടുന്നത് 2 1 വെട്ടുന്ന സീൻ അത് മറ്റേ 2-നകത്ത് മറ്റേ ഇതിനകത്ത് വെച്ചു, അമ്പലപ്പുരത്തിനകത്ത് വെച്ചിട്ട് അല്ലേ, മറ്റേ രാജാവിന്റെ ഫ്രണ്ട് വെച്ചു. ഫസ്റ്റിനകത്ത് മറ്റേ ഇരുട്ടത്ത് വെച്ചിട്ട് മല്ലാൽ ദേവന്റെ മകന്റെ തല വെട്ടുന്നു. ആ സീന് ഇതേപോലെ ഹൈദരാബാദ് വെച്ചിട്ടാണ് കണ്ടത്. പക്ഷെ അതും ഇരുട്ടത്താ കാണിക്കുന്നത്. ഇരുട്ടാ, പച്ചക്ക് കാണിക്കുന്നില്ല. സീനായിരുന്നു. അപ്പൊ ഞാൻ തമിഴിലാണ് കണ്ടത്. തമിഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹൈദരാബാദിൽ തമിഴ് പോയി കണ്ടു. ഞാൻ അന്ന് ബാൽക്കണി ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ആ ബാൽക്കണിയിൽ എന്താ പറയുക, ഒറ്റ മനുഷ്യർ കൈയടിയില്ല. ഫാമിലിയാണ്, കംപ്ലീറ്റ് ഫാമിലിയാണ്. ഞാനാണെങ്കിൽ ആ സീൻ വന്നപ്പോഴേക്ക് എനിക്ക് രോമാഞ്ചം കയ്യടി എന്തോ കൈയടിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത്. എന്താണെന്നില്ല, ആ സീനും ഒരു ഇടിമിന്നൽ ഒഴുമ്പോഴത്തേക്ക് തലയില്ലാതെ നടന്നു പോകുന്നു. തലയില്ലാതെ ആ ബോഡി ഇങ്ങനെ നടന്നു പോകുന്നു, എന്നിട്ട് വീഴുന്നു. ഇവ മറ്റോ ഇങ്ങനെ വീശിയിട്ട് അവിടെ നിൽക്കുന്നു. ആ സീൻ അപ്പോഴത്തെ ഇടിമിന്നൽ വന്നിട്ട് ഓ അത് കണ്ടിട്ട് ഞാൻ കൈയടിച്ചോരെ ഒറ്റയ്ക്ക് നിന്നിട്ട്. ഞാൻ ഒറ്റയ്ക്ക് ആ സിനിമ കാണാൻ പോകും. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പടങ്ങൾ കാണാൻ പോകത്തില്ല, കുറവായിരുന്നു. പക്ഷെ അന്ന് കാണാൻ പോകുന്നു. അങ്ങനെ കണ്ട് ഞാൻ ഇരുന്ന് കൈയടിച്ചാണ്. ഓരത്തെ എല്ലാവരും എന്നെ നോക്കുമായിരുന്നേ. പെട്ടെന്ന് അങ്ങനെ എനിക്കൊന്ന് അവിടുന്നൊക്കെയാന്ന് തോന്നുന്നു തലവെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഇനി ഇത് ബെഞ്ച് വർക്കാണ്. ഞാൻ പറഞ്ഞത് ബെഞ്ച് വർക്കാണ്. ഇനി അങ്ങോട്ട് എല്ലാം മാർക്കോട് അത്ര വയലൻസ് ഉണ്ടോ അതായിരിക്കും ചോദ്യം. ഉറപ്പാണ് ചോദ്യം. കില്ലിന്റെ അത്രയും വയലൻസ് ഉണ്ടായിരുന്നായിരിക്കും. അനിമലിനെക്കാളും ഇതുവരെ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ അധികം നാളായില്ല കില്ലിറങ്ങിയിട്ട്. ഇതുവരെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് അനിമലിനെക്കാളും കിടിലുമാണ് കില്ല്. വയലൻസ് ഇമോഷണലി കണക്ട് ആയി. അതെ, വളരെ തുച്ഛമായ. എനിക്ക് പേഴ്സണലി അനിമലിനെക്കാളും ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു പടം കില്ല്. ഒന്നും ഇല്ല അതിനകത്ത് കാണിക്കാൻ. ആനിമലിനകത്ത് എന്തോ ഉണ്ട്. അനിമലിനകത്ത് എന്തോ മറ്റേ അത് ഭയങ്കര അലമ്പായിട്ട്. അവസാനം ചെയിൻസോ ഇട്ടിട്ട് ഏതോ തന്നെ കൊല്ലുമ്പോഴത്തേക്ക് ബ്ലഡ് ഇങ്ങനെ തീർച്ചിങ്ങനെ മുഖത്ത് വീഴുന്നതായിട്ട് കാണിക്കുന്നത്. വെട്ടിക്കൊല്ലുക, ചെയിൻസോ അല്ല. അപ്പൊ വെട്ടിക്കൊല്ലുമ്പോഴാണ് അദ്ദേഹത്തിന് റെഡ്ബീറിനെ ഇങ്ങനെ പല്ലൊക്കെ പല്ലിനകത്ത് വരെ ബ്ലഡ്. അതാണ് അനിമലിനകത്ത് കണ്ടത്. അതൊരു വലിയ സംഭവമൊന്നുമില്ല. അതൊക്കെ നമ്മൾ കണ്ടു മടുത്തു. അതെ, ഇതാണ് ഭയങ്കര മടുത്ത് ഞെട്ടിപ്പോയി. ഭയങ്കര വയലൻസ് വരുന്നുണ്ട്. കൊല്ലമ്പറ്റി ഒന്ന് പോയി കണ്ടു നോക്കുക. വയലൻസ് ഇഷ്ടമുള്ളവർ മസ്റ്റ് വാച്ച്. അതെ, പിള്ളേരെ ഒന്നും കൊണ്ടുപോകാതിരിക്കുന്നു. സ്ത്രീകളെയും
വലിയ പ്രശ്നമുള്ള സ്ത്രീകൾ ഇല്ലെങ്കിൽ മനക്കെട്ടിയുള്ള സ്ത്രീകളെ കൊണ്ടുപോകാം. ചിലർ ഇതൊക്കെ കണ്ടു കാണും എല്ലാവരും ഒരുവിധം കണ്ടു കാണും. മറ്റേ കുറെ റീല് കണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാനിതെല്ലാം കണ്ടിട്ടുള്ള മറ്റാൻ പറഞ്ഞോണ്ടിരിച്ചിട്ട് കൊറേ റീലുകൾ ഞാൻ കാണുന്നുണ്ട്. തെലുങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് നല്ലോണം കളക്ട് ചെയ്യുന്നു. തെലുങ്കിന് ഒരു 100 crore മിനിമം ഞാൻ ഇത് 150 crore അടിക്കുന്നതാണ് എന്റെ വിഷയം. എനിക്ക് ആഗ്രഹം എന്റെ ആഗ്രഹം 200 അടിക്കണമെന്നാണ്. 200 ഫുൾ കളക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഒരു 100 crore മിനിമം അടിക്കും. 150 എങ്കിലും അടിക്കണം എന്നൊരു പ്രാർത്ഥന. 100 എന്തായാലും കിട്ടും ഉറപ്പാണ്. ഇപ്പൊ തന്നെ 50 ആയി, വേൾഡ് വൈഡ് 50 ആയി. തെലുങ്കാനയിൽ ഒരു 50 അടിച്ചാൽ കുറച്ച് വർഷം 150 അടിച്ചാൽ കൊള്ളായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തെലുങ്കാന ഷുവർ ഹിറ്റാണ്. എനിക്ക് മലയാളത്തിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിനെ പല വേറെ ഇൻഡസ്ട്രികളൊക്കെ. അത് പൊളിച്ചെഴുതാൻ പറ്റി രക്ഷപ്പെട്ടു. ഇത് പറ്റും. ഇതിന് ഉറപ്പായിട്ട് സ്കോപ്പ് ഉണ്ടെന്ന്. അതാ പറഞ്ഞു ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് തെലുങ്കാനയാണ്. അവിടെ ഇവന്മാര് ഇതാണ് കാണാതിരിക്കുന്നത്. അറിയാത്തോണ്ട് മാത്രമല്ല, അവന്മാർക്ക് വേണ്ട സിനിമകൾ ഇങ്ങനത്തെയാണ്. ഹീറോയിസം കാണിക്കുന്ന പടങ്ങളാണ് വേണ്ടത്. അവന്മാർക്ക് കാണിക്കാൻ പറ്റുന്ന ആരാധന ഉണ്ടല്ലോ, അവരുടെ ഒരു താരങ്ങളുടെ ഒരു തള്ളിത്തേക്കുണ്ട്. അവിടെയാണ് നമ്മൾ സിനിമ കൊണ്ട് ഇറക്കുന്നത്. അപ്പൊ അതിനകത്ത് കയറിയാണെങ്കിൽ പിന്നെ ബോളിവുഡിൽ ഇപ്പൊ എങ്ങനെ ഒരു പ്രശ്നമില്ല, താരങ്ങളുടെ ഒരു പ്രശ്നമൊന്നുമില്ല. കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ അവിടെ കയറിക്കൊള്ളും. ബോളിവുഡിൽ ഇപ്പൊ അങ്ങനത്തെ ഇതുണ്ട്. കാരണം പുഷ്പൊക്കെ എങ്ങനെ കയറിയതല്ലേ ബോളിവുഡിൽ. അപ്പം അല്ലു ഒരു പ്രശ്നമല്ല അവർക്ക്. സാധനം അടിപൊളിയായിരുന്ന ഒരു മാസലമെന്റ്. പിന്നെ എന്താ പറഞ്ഞ ഇവനെ കണ്ടിട്ടുള്ള ഈ തെലുങ്ക് ഓഡിയൻസിന് മലയാളം ആക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. കാരണം തെലുങ്ക് തമിഴ് ഓഡിയൻസിന് അവരുടെ മിക്കവാറും പടങ്ങളിലെല്ലാം അഭിനയിക്കുന്ന മലയാളം ആക്ടേഴ്സാണ്. ആക്ട്രസസ് മലയാളത്തിൽ നിന്നാണ് കൂടുതൽ. ഈവൻ എന്താ കീർത്തി സുരേഷ് വരെ അവരുടെ സിനിമ അവിടെ പോയി. ഇപ്പം നായികമാരുടെ പ്രശ്നം അല്ല, ഇപ്പം ദുൽഖറിനെ എടുക്കുകയാണെങ്കിൽ ഇവിടത്തെക്കാളും കൂടുതൽ ആരാധകരാണ് അവിടെ. ദുൽഖറിനൊക്കെ എന്തോ ഭാഗ്യമുണ്ട്, നല്ല സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടുന്നത്. ദുൽഖറിനെ നല്ല സ്ക്രിപ്റ്റ്, നല്ല സാധനം ടെക്കി മാസ്റ്റർക്ക് തന്നെ അടിപൊളിയായി 200 crore. പക്ഷേ കേരളത്തിൽ ഇതേപോലെ നല്ല സ്ക്രിപ്റ്റ് കിട്ടുന്നില്ല. എന്റെ ദൈവം മറ്റേ പടം കണ്ടു, എന്റെ ഈശ്വര ഇതേപോലെ മാസം എടുക്കാൻ നോക്കിയത് സ്ക്രിപ്റ്റ് അത് ഇതേപോലെ കൊല്ലാനായിട്ട് നടന്ന് കൊല്ലുന്നില്ല വിട്ടു ലോക തോൽവിക്ക് പൊട്ടി അങ്ങനെ. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. മാർക്കോ ഒരു മാർക്കിംഗ് ആണ് മലയാളത്തിൽ. സൂപ്പർ പടമാണ്. 18 വയസ്സ് കാണുക. അതെ, നല്ല കടുകട്ടി ഹൃദയമുള്ളവരൊക്കെ പോയി കാണും. 18+ പടമാണ്. അപ്പം അത് വയലൻസിന്റെ കാരണമാണ് കൊണ്ടുപോയത്. ഇന്നൊരു പടം കാണാൻ പോയ സമയത്ത് ഇന്റർവെല്ലില് കൊച്ചു പയ്യന് അച്ഛന് ഇച്ചിരി വയലൻസ് കൂടുതലാകുമെന്ന് പറയുമ്പോൾ ഇന്റർവെല്ലിന് ഒരു വാഷ്റൂമിലേക്ക് പോകണം. അപ്പം ചെറുക്കാൻ പറയുന്നുണ്ട് വയലൻസ് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ കാണുന്നുണ്ട്. അപ്പൊ നല്ല പിള്ളേരെ കൊണ്ടുപോട്ട കാര്യമില്ല എന്റെ അഭിപ്രായത്തിൽ. വലിയ ട്രോമയാവും അങ്ങനൊന്നും കൊണ്ടുവരും. സത്യം പറഞ്ഞില്ല ഇപ്പോഴൊന്നും കാണിക്കരുത് ഇത്രയും വയലൻസ്. അച്ഛനമ്മമാർക്ക് ബോധമില്ലെന്ന് ഒരു പക്വത എത്തുന്നതിന് മുമ്പ് വയലൻസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളെന്നൊക്കെ ഉള്ള ഒരു മൈൻഡ്. അതിനകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു 25 വയസ്സിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും റെഡി ആയിരിക്കും ആൾക്കാർ. പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും റെഡി ആയിരിക്കും. അവരുടെ മുന്നിലേക്ക് ഇങ്ങനൊരു സാധനം അവരെങ്ങനെയാണ് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും. അതെ, കറക്റ്റ്. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഏജിൽ കുറച്ച് പക്വത ഉള്ളവർ മാത്രം, മനക്കെട്ടുള്ളവർ മാത്രം പോയി കാണുക. പിള്ളേരെ ഒന്നും ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അതെ, അവരെ ഏജ് ലിമിറ്റ് നോക്കിയിട്ട് കൊണ്ടുപോയാൽ. അതെ, ഇല്ല തിയേറ്ററുകാരെ സ്ട്രിക്റ്റ് ആയിട്ട് കയറ്റിവിടരുത്. അത്രേ ഉള്ളൂ. അതൊന്നും കളക്ഷന് വേണ്ടിയിട്ട് ഇവരൊന്നും അങ്ങനെ ചെയ്തില്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില അത്രയും കളക്ട് ചെയ്യുന്ന തിയേറ്റേഴ്സ് മാത്രമായിരിക്കും റെസ്ട്രിക്ട് ചെയ്യുന്നത്, അല്ലാതും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. മാർക്കോ എന്തായാലും ഷോർട്ട് ഹിറ്റ് ആണ്. നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബിലോ. 200 crore എടുക്കട്ടെ. അതെ, 200 crore അടിക്കുന്ന സമയത്ത് കമന്റ് ചെയ്യാം. 200 പറഞ്ഞ 200 കോടി. മാർക്കോ